Good evening. Am I audible online? Yes, sir. Will go. Okay. Thank you. So we'll start with today's session. ബേസിക്കലി എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുന്നത്. ഓക്കെ, വെറുതെ നിങ്ങൾക്കും പനി തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോർഷൻ എല്ലാവരും കവർ ചെയ്തായിരുന്നോ? വായിച്ചു നോക്കിയോ? എങ്ങനെ ഉണ്ടായി വായിച്ചിട്ട്? പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കും ഇന്നലെ ഡിസ്കസ് ചെയ്ത പോർഷൻസിനകത്ത്? ഇല്ല, ഫുൾ സെറ്റാണ്. ഓക്കെ, ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, വിച്ച് ഇസ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തുടങ്ങിയായിരുന്നു റിഗാർഡിംഗ് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ആൻഡ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഫ്യൂ ആസ്പെക്ട്സ് അല്ലെ? എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്? ഓക്കെ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ബയോളജിക്കൽ, എക്കണോമിക്കൽ ഫങ്ഷൻസ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ബയോളജിക്കൽ ഫങ്ഷൻ, ബയോളജിക്കൽ ഫങ്ഷനകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ളത് പറഞ്ഞു. എന്തൊക്കെയാ ബയോളജിക്കൽ ഫങ്ഷനിൽ വരുന്നത്? റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ പറഞ്ഞു. വി ഡിസ്കസ്ഡ് ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ സൊസൈറ്റി ആസ് എ ഹോൾ അല്ലേ? സോ ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് പെർട്ടിക്കുലർ പോർഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ ആസ്പെക്ടിനെ കുറിച്ച് എന്ത് പറഞ്ഞു? സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി അല്ലേ? എന്താണ്? സോഷ്യലൈസേഷൻ പ്രോസസ് അല്ലെ? വെയർ ബൈ ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ഇസ് ഹാപ്പനിങ് ത്രൂ ദാറ്റ്. അത് ഇൻഡിവിജ്വൽസിനും ആസ് വെൽ ആസ് സൊസൈറ്റിക്കും അതെന്താണ്? നല്ലതാണ്. Then we discussed the psychological function. Psychological functions എന്താണ്? Emotional support അല്ലെ? Then we discussed finally about the economic functions. Economic functions ഏറ്റവും മേജർ economic function എന്താണ് പറഞ്ഞത്? യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടാണ് ഫാമിലി ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? സോ ആ ഒരു ആംഗിളിലും നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഓരോ തിങ്കേഴ്സിന് എടുക്കും. ഓക്കെ, എന്നിട്ട് ആ തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ് ഓൺ ഫങ്ഷൻസ് ഓഫ് ഫാമിലി എന്താണെന്നുള്ളതും വിൽ ബി ഡിസ്കസിങ്. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തിങ്കേഴ്സ് ഒക്കെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് വരുന്ന തിങ്കേഴ്സ് ആണ്. ബിക്കോസ് ഇവിടെ നമ്മൾ തിങ്കേഴ്സിനെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അതായത് പെർസ്പെക്റ്റീവ്, ആ ഒരു പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുന്ന തിങ്കേഴ്സിനെയാണ് നമ്മൾ ഫങ്ഷണലിസ്റ്റ് തിങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. മാർക്സിസ്റ്റ് തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു മാർക്സിയൻ പെർസ്പെക്റ്റീവിലൂടെ സൊസൈറ്റീനെ നോക്കി കാണുന്ന തിങ്കേഴ്സിനെയാണ് നമ്മൾ മാർക്സിസ്റ്റ് തിങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓരോ തിങ്കേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പെർസ്പെക്റ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജി പി മർഡോക്ക് ഏത് പെർസ്പെക്റ്റീവിലൂടെയുള്ള തിങ്കറാണ്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. അപ്പം ജി പി മർഡോക്കിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ആസ് ഐ ഹവ് ഓൾറെഡി മെൻഷൻഡ്, ജി പി മർഡോക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് ജി പി മർഡോക്കിന്റെ ഡെഫിനിഷൻ ഓഫ് ഫാമിലി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? ബിക്കോസ് studied 256 plus different societies in the world and try to understand ഈ ഓരോ സൊസൈറ്റിയിലും ഫാമിലി എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ഫാമിലിയുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്താണെന്നൊക്കെ അത്രയും എക്സ്റ്റെൻസീവ് ആയി ഫാമിലിനെ കുറിച്ച് പഠിച്ച ഒരു തിങ്കറാണ്. അപ്പൊ ഫാമിലി എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്കർ ആയിട്ട് നമുക്ക് ആരെ പറയാം? ജി പി മർഡോക്കിനെ പറയാം. ജി പി മർഡോക്കിന്റെ ഒരു ആസ്പെക്ടിൽ when it comes to functions of family, there are 4 important functions which can be classified as the sexual, reproductive, economic and educational functions. Okay, so we will discuss എങ്ങനെയാണ് ഈ സെക്ഷുവൽ, റീപ്രൊഡക്റ്റീവ്, economic and educational functions വരുന്നതെന്നുള്ളത് പറയാം. It is similar to how we have discussed regarding the functionalist aspect itself അല്ലേ? ഇപ്പൊ സെക്ഷുവൽ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷനെ അച്ചീവ് ചെയ്യാൻ അതിനെ അലൗ ചെയ്യുന്നത് ത്രൂ ഫാമിലിയാണ് അല്ലെ? ആൻഡ് ആ സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ ഈ ഒരു ഫാമിലിയുടെ സിസ്റ്റത്തിനകത്ത് നടക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താണ്? സോഷ്യൽ കോൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാം അല്ലെ? അപ്പൊ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസിക് ബയോളജിക്കൽ നീഡ് മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സെക്ഷുവൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നു. സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെക്ഷുവൽ ആക്ടിനകത്ത് യാതൊരു കോൺഫ്ലിക്റ്റും സൊസൈറ്റിയിൽ വരില്ല എന്നും എൻഷുർ ചെയ്യുന്നു. ക്ലിയർ? അതാണ് സെക്ഷുവൽ ഫംഗ്ഷൻ. So we can say that the family's functions for society is inseparable from its functions for its individual members. അല്ലേ? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാവ് ദ റൈറ്റ് ഓഫ് സെക്ഷുവൽ ആക്സസ് ടു ഈച്ച് അതർ ആൻഡ് ഇൻ മോസ്റ്റ് സൊസൈറ്റീസ് there are rules forbidding or limiting sexual activity outside marriage. So it provides sexual gratification for the spouses as well as helps to stabilize the society. നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് ബയോളജിക്കൽ ആസ്പെക്ടിൽ നോക്കുവാണെങ്കിൽ അവരുടെ നീഡ് മീറ്റ് ചെയ്യുന്നു. സൊസൈറ്റിയൽ ആസ്പെക്ടിൽ നോക്കുവാണെങ്കിൽ എന്താണ്? there is this stability.
ക്ലിയർ? അപ്പൊ അവിടെ യാതൊരു രീതിയിലുള്ള ഡിസ്റപ്റ്റീവ് ഇഫക്ട്സ് സൊസൈറ്റിയിൽ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷനെ കൊണ്ട് സംഭവിക്കില്ല. ഓക്കെ, പഴയ സൊസൈറ്റീസിൽ എങ്ങനെയായിരുന്നു? പഴയ സൊസൈറ്റീസിൽ ഇതേപോലെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻസ് ഉണ്ടോ? ഇല്ല. അവിടെ സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദർ വാസ് നോ സെക്ഷൽ എക്സ്ക്ലൂസിവിറ്റി. സെക്ഷൽ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ നമ്മളെ സൊസൈറ്റിയിലുള്ള ഇൻ ജനറൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് സെക്ഷൽ റൈറ്റ്സ് ആണ്, അല്ലെ? ഔട്ട്സൈഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് അലൗഡ്, ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ടു ബി സോഷ്യലി അപ്രൂവ്ഡ്, റൈറ്റ്? പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല, സെക്ഷൽ എക്സ്ക്ലൂസിവിറ്റി ഇല്ല. ദാറ്റ് മീൻസ് ഒരാൾക്ക് ആര് വേണമെങ്കിലും ആരോട് കൂടെയും സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം. അന്ന് ചെറിയ സൊസൈറ്റീസ് ആവുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമല്ല, അല്ലെ? ഇപ്പൊ കുറച്ച് മെമ്പേഴ്സ് ഉള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റീസിൽ അങ്ങനെ ഒരു സിസ്റ്റം പോലും അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷെ സൊസൈറ്റിയുടെ സൈസ് വളരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇഫ് യു ഡു നോട്ട് കൺട്രോൾ ദ സെക്ഷൽ ഡ്രൈവ്, ദാറ്റ് ക്യാൻ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. കാരണം ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ വരുമ്പം ഒരിക്കലും നമ്മൾക്ക് ഒരു ഫ്രീ സെക്ഷൽ പ്ലേ എന്ത് ചെയ്യാൻ പറ്റില്ല, അലൗ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അത് സൊസൈറ്റിയിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഫാമിലി ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഡിസ്റപ്റ്റീവ് ഇഫക്ട്സ് on society regarding sexual gratification. Clear ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? Okay, so we'll proceed further. Okay. Now, similarly, second aspect that Murdoch mentioned is about the reproductive function. അല്ലെ? എന്താണ് reproductive function? നമ്മൾ നേരത്തെ ബയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് സെക്ഷൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് പറഞ്ഞു. അപ്പൊ സിമിലർ ആസ്പെക്ട്. Now, reproductive function of ഫാമിലിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് സോഷ്യൽ അപ്രൂവൽ ഫോർ ദ ചൈൽഡ്, അല്ലെ? ലെജിറ്റിമസി ഓഫ് ചൈൽഡ്, അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. സോ യു ഹാവ് ടു മെൻഷൻ ലെജിറ്റിമസി അവിടെ. ആ ലെജിറ്റിമസി കിട്ടണമെങ്കിൽ എന്ത് വേണം? അതെ, ഇൻസൈഡ് മാരേജ് ആയിരിക്കണം. നൗ ഈ ലെജിറ്റിമസി എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നത്? എക്സാക്ട്ലി, നമ്മൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? ലീനിയേജ്, അല്ലെ? ആ ലീനിയേജിനെ ബേസ് ചെയ്തിട്ട് ഇൻഹെറിറ്റൻസ്, റൈറ്റ്? ഈ വക കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യത വേണമെന്നുണ്ടെങ്കിൽ അതൊരു മാരേജിനകത്ത് നടന്നിരിക്കുന്ന, ഒരു മാരേജിനകത്ത് ഉണ്ടായിരിക്കുന്ന ചൈൽഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഒരു കൃത്യത ഉണ്ടാവില്ല. അപ്പൊ ഇൻഹെറിറ്റൻസിൽ പ്രശ്നം വരും. ആ ചൈൽഡിന്റെ ഫാമിലി മെമ്പർഷിപ്പിൽ പോലും എന്തുണ്ടാവും? പ്രശ്നങ്ങൾ വരും, റൈറ്റ്? ഇവിടെ പ്രോപ്പർ സിസ്റ്റം ആവുന്നത് ആ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ പ്ലേ ചെയ്യുന്നതുകൊണ്ടാണ് ഫാമിലി. Now, third important aspect നമുക്ക് എന്ത് പറയാം? Is regarding that of economic functions. Now, economic functions, as we have already discussed, unit of production, right? As well as ഇന്നത്തെ കാലത്തോ? ഇന്നത്തെ കാലത്ത് ഫാമിലിയുടെ എക്കണോമിക് ഫംഗ്ഷൻ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറി. അതിന് പകരം യൂണിറ്റ് ഓഫ് കൺസംഷൻ, അല്ലേ? ഏർലിയർ ഫാമിലി ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടന്റ് എക്കണോമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ടഡ് ആസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫാമിലിയിൽ നിന്നായിരുന്നു, വീടുകളിൽ നിന്നായിരുന്നു സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് അത് മാറിയിട്ട് എന്തായി? യൂണിറ്റ് ഓഫ് കൺസംഷൻ ആയി മാറി. അതും ഒരു ഇമ്പോർട്ടന്റ് എക്കണോമിക് ഫംഗ്ഷൻ ആണ്, റൈറ്റ്? സോ യു ക്യാൻ ആക്ച്വലി നോട്ട് ദാറ്റ് ഡൗൺ. പിന്നുള്ള എക്കണോമിക് ഫംഗ്ഷൻ എന്ത് പറയാം? വേറെന്താ എക്കണോമിക് ഫംഗ്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുക, അല്ലേ? ബേസിക് നീഡ്സ്. സോ ഇതിനെന്ത് എക്സാമ്പിൾ കൊടുക്കും? ഫാമിലിയുടെ എക്കണോമിക് ഫംഗ്ഷന് എന്തെങ്കിലും എക്സാമ്പിൾ? നമ്മൾ ഫാമിലിയുടെ എക്കണോമിക് ഫംഗ്ഷൻസ് മീറ്റ് ചെയ്യുന്നു, ഫാമിലിയിൽ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നടക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്ത് കൊടുക്കും? ഇന്നത്തെ കാലത്ത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ആസ്പെക്ട് ആയിട്ടോ ഗുഡ്സ് ആൻഡ് സർവീസസ് അക്വയർ ചെയ്യുന്നു. ഓക്കെ, സപ്ലൈ ഓഫ് ലേബർ. പിന്നെ സപ്ലൈ ഓഫ് ലേബർ എന്ന നല്ലൊരു പോയിന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരു എക്സാമ്പിൾ ഓഫ് ഇക്കണോമിക് ഫംഗ്ഷൻസിൽ നമുക്ക് പറയാം, ഫാമിലിയിൽ നിന്നാണ് ലേബർ ഫോഴ്സ് ഉള്ളത്, അല്ലെ? അപ്പൊ ആ സപ്ലൈ ഓഫ് ലേബറിന്റെ ആസ്പെക്റ്റിൽ പറയാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും, ഒരു ആംഗിൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ ഫംഗ്ഷനിലിസ്റ്റ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ യു ക്യാൻ മെൻഷൻ സപ്ലൈ ഓഫ് ലേബർ പ്ലസ് വേറെന്ത് പറയാം?
ആലോചിക്കുക, ഇപ്പോഴത്തെ ഒരു കാലത്ത് ഫാമിലി ആൻഡ് എക്കണോമിക് ഫംഗ്ഷൻ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം, ഓക്കെ, ആ കാസ്റ്റ് സിസ്റ്റത്തിനകത്ത് നടക്കുന്ന എന്താ? ഇനീഷ്യലി കാസ്റ്റ് സിസ്റ്റം എന്തായിരുന്നു? കാസ്റ്റ് സിസ്റ്റം ഒരിക്കലും ഫംഗ്ഷണൽ അല്ല, പക്ഷെ ഇനീഷ്യലി കാസ്റ്റ് സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ ജോബ്സ്, അല്ലെ? ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള ഡിവിഷൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പം ആ ഒക്യുപ്പേഷണൽ ഡിവിഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ആകുമ്പോൾ അവിടെ ഫാമിലിയിൽ നിന്ന് എന്താണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ പെർട്ടിക്കുലർ ഒക്യുപ്പേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിൽസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ ആ സ്കിൽ ട്രാൻസ്ഫർ ഫോർ പെർട്ടിക്കുലർ ഒക്യുപ്പേഷൻ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ഇക്കണോമിക് ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആയിട്ട് ഉപയോഗിക്കാം, റൈറ്റ്? അപ്പോൾ യു ക്യാൻ ഗിവ് എൻ എക്സാമ്പിൾ. ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇനീഷ്യലി വാസ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ഒക്യുപ്പേഷൻ. ആ ഒക്യുപ്പേഷൻ എന്തിനാണ്? ആ സ്കിൽസ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനകത്ത് തന്നെ ജനറേഷണൽ ആയിട്ട് എന്താണ് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിനെ ബേസ് ചെയ്ത് ഫാമിലി ലെവലിലേക്ക് ചിന്തിക്കുക, എന്നിട്ട് നമുക്ക് ആ ഒരു സ്കിൽ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അറിയാം, ഇപ്പം ചില കാസ്റ്റിന്റെ പേര് അവർ ചെയ്യുന്ന ജോബാണ്, അല്ലെ? അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ സ്കിൽ ട്രാൻസ്ഫർ പ്രോസസ്സിന്റെ ഒരു ആസ്പെക്ട് ആണ്. അല്ലാതെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സിസ്റ്റം, ഓക്കെ, ഇന്നും മോഡേൺ ടൈംസിൽ പോലും ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സിസ്റ്റം, ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്തോട്ടെ, ഓക്കെ, അതിൽ കുറച്ച്, ഓക്കെ. സോ ഓൾ റൈറ്റ്. അപ്പം നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അഗ്രികൾച്ചർ. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ, ഇന്ത്യയിൽ ഇപ്പോഴും അഗ്രികൾച്ചർ എന്താണ്? ഒരു ഫാമിലി ബിസിനസ് ആണ്. അപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഹോൾഡിംഗ് ആണെങ്കിലും ഇപ്പോഴും അഗ്രികൾച്ചർ ലാൻഡ് ലാർജ്ലി എന്താണ്? ഓൺ ബൈ ദ ഫാമിലി ആസ് എ ഹോൾ, റൈറ്റ്? അപ്പൊ അത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. മൂന്നാമത്തെ കാര്യം എന്ത് പറയാം? ബിസിനസ് ഫാമിലീസ്, അല്ലേ? അംബാനിയിലെ കുടുംബത്തിലുള്ള ഒരാൾ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിവിൽ സർവീസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അല്ലേ? അവർ ഓൾറെഡി ദർ ഈസ്, അല്ലെ, ഒരു ഫാമിലിയിൽ തന്നെ ഒരു ബിസിനസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഇക്കണോമിക് ഫംഗ്ഷൻ ഓഫ് ഗെറ്റിംഗ് എ ജോബ്, അല്ലെ, റണ്ണിങ് ദാറ്റ് ബിസിനസ്, അതൊക്കെ എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ത്രൂ ദെയർ ഫാമിലി. ഇന്ത്യയിലാണെങ്കിൽ അത് കുറച്ച് കൂടുതലല്ലേ, ഒത്തിരി ഫാമിലി ബിസിനസ്സസ് ഉണ്ട് ഇന്ത്യയിൽ, അല്ലെ? മറ്റുള്ള കൺട്രീസിനെ പോലെ അല്ല, ഇന്ത്യയിൽ ആ ബിസിനസ് ഫാമിലീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ. ഇപ്പം അംബാനി, റൈറ്റ്, അദാനി, ഓർ ഒരുപാടുണ്ട്, ടാറ്റ, അല്ലെ, ബിർലാസ്. സോ ഇഷ്ടം പോലെ അങ്ങനെയുള്ള ബിസിനസ് ഫാമിലീസ് ഉണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് എന്താ? ഒരു എക്കണോമിക് ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഇനി ഫൈനലി മെർഡോക്ക് മെൻഷൻസ് അബൌട്ട് ദ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. ഈ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് അനദർ ടേം ഫോർ സോഷ്യലൈസേഷൻ, ഓക്കെ? സോ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്യോർലി എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിൽ മാത്രം എടുക്കേണ്ട. മെർഡോക്കിന്റെ ഒരു മീനിങ്ങിൽ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യലൈസേഷൻ. കാരണം അടുത്ത ജനറേഷന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അത് ഫാമിലി വാല്യൂസ്, നോംസ് ഒക്കെ ആവാം, അല്ലെ? സോ യു ക്യാൻ മെൻഷൻ അബൌട്ട് ദാറ്റ്. പ്ലസ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ദാറ്റ് ഓഫ് ഫാമിലി വാല്യൂസ് ആൻഡ് ഓൾ. അല്ലാത്ത രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. എന്തൊക്കെ എഡ്യൂക്കേഷൻ ആണ് പറയാൻ പറ്റുക? റിലീജിയസ് ആയിട്ടുള്ള, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഫാമിലി ആ റിലീജിയനിലാണ്. അപ്പൊ അവര് ചെറുപ്പത്തിൽ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതും സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെയും എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിൽ പറയാം. അപ്പൊ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? ദെൻ വേറെന്ത് പറയാം? ആർട്ട് ഫോംസ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാം, റൈറ്റ്? ആർട്ട് ഫോംസിനെ കുറിച്ച് പറയാം. ദെൻ ലാംഗ്വേജ്, അല്ലെ? നമ്മളെ ബേസിക് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്, അല്ലെ? അതുകൊണ്ടാണ് ഡിഫറെന്റ് സ്ലാങ്സും, അല്ലെ, ഡിഫറെന്റ് ലാംഗ്വേജസ് ഒക്കെ വരുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ സ്ലാങ് ഇല്ലേ? കണ്ണൂർ ഒരു സ്ലാങ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഒരു സ്ലാങ് ഉണ്ട്, കോട്ടയത്ത് വേറൊരു സ്ലാങ് ഉണ്ട്. ആൻഡ് ഇൻസൈഡ് ഡിസ്ട്രിക്ട് ഓൾസോ ദർ ആർ ഡിഫറെന്റ് വേരിയേഷൻസ്. അതൊക്കെ വരുന്നത് എങ്ങനെയാണ്? ബിക്കോസ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്, എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കുന്നത് വിത്തിൻ ദ ഫാമിലിയാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടാവും. നമ്മളെ ഫാമിലി ഏതിലാണോ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് അത് തന്നെ നമ്മളും സോഷ്യലൈസ്ഡ് ആവുന്നു. സോ ലാംഗ്വേജിന്റെ കാര്യം പറയാം, റിലീജിയന്റെ കാര്യം പറയാം, യു ക്യാൻ മെൻഷൻ അബൌട്ട് ദാറ്റ് ഓഫ് ആർട്ട് ഫോംസ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാം. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം കൂടി അടക്കമാണ് ഈ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ജി പി മെർഡോക്ക് പറഞ്ഞ 4 ഫംഗ്ഷൻസ് എന്താണ്? സെക്ഷുവൽ, റീപ്രൊഡക്റ്റീവ്,
എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ. സെക്ഷൽ എന്ന് പറയുന്നത് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. റീപ്രൊഡക്റ്റീവ്, ആ റീപ്രൊഡക്ഷനിൽ വരുന്ന ലെജിറ്റിമസിയുടെ ആസ്പെക്ട് ആണ്. അപ്പൊ ലെജിറ്റിമസി ഓഫ് ചൈൽഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കീവേഡ്. ഓക്കെ, ഇപ്പൊ മാരേജിന്റെ അകത്ത് ഒരു ഫാമിലിനകത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ സൊസൈറ്റിയിൽ എന്തുള്ളൂ, ലെജിറ്റിമസി കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ലെജിറ്റിമസി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആയിട്ട് നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി, വേർ എന്താണ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, യൂണിറ്റ് ഓഫ് കൺസംഷനും ആണ് ഇന്ന്, അല്ലെ? അല്ലാതെ നമുക്ക് സ്കിൽ ട്രാൻസ്ഫറിന്റെ കാര്യം പറയാം. ഈ സ്കിൽ ട്രാൻസ്ഫറിന്റെ ഈതർ യു ക്യാൻ മെൻഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഓർ യു ക്യാൻ മെൻഷൻ ഇൻ എക്കണോമിക് ഫംഗ്ഷൻ. എക്സാമ്പിൾസ് പറയുമ്പോഴത്തേക്ക് അഗ്രികൾച്ചറൽ സിസ്റ്റം ഇൻ ഇന്ത്യ, അത് ഇപ്പോഴും എന്താണ് ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇന്ത്യയിൽ റൺ ചെയ്യുന്നത്, അല്ലെ? ഫാമിലീസ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി വർക്ക് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ലാൻഡ്. ക്ലിയർ? സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് അക്കോർഡിംഗ് ടു ദാറ്റ് ഓഫ് ജി.പി. മുർഡോക്ക്. നൗ അടുത്തത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്കർ ഇസ് മക്കൈവർ. ഓക്കെ, അക്കോർഡിംഗ് ടു മക്കൈവർ he say that, പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഫാമിലിയുടെ ഫംഗ്ഷൻ, അതെ, സോഷ്യലൈസേഷന്റെ അകത്ത് തന്നെ ഇതൊക്കെ വരും. ഓക്കെ, ഞാനുള്ള സോഷ്യലൈസേഷനെ സെപ്പറേറ്റ്ലി പറയാൻ കാരണം എഡ്യൂക്കേഷണൽ ഫംഗ്ഷന്റെ ഭാഗമാണെന്ന്. ആ സോഷ്യലൈസേഷൻ എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റിൽ സ്കിൽ ഡെവലപ്മെന്റ് ഓർ ലാംഗ്വേജ്, ഇതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി മെൻഷൻ ചെയ്യാം. കാരണം നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടി എക്സാമ്പിൾസിലും കുറച്ചും കൂടി കൂടുതൽ മെൻഷൻ ചെയ്യണ്ടേ. സോഷ്യലൈസേഷൻ മാത്രം എഴുതി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ആയി പോകും. അപ്പോൾ സോഷ്യലൈസേഷൻ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ, അല്ലെ, ലേണിംഗ് ഓഫ് ലാംഗ്വേജ്, അല്ലെ, റിലീജിയസ് ഒരു ട്രാൻസ്ഫർ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഇനി മക്കൈവറിന്റെ കേസിൽ നമുക്ക് പോവാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി മക്കൈവറിന്റെ കേസിൽ പോവാം. മക്കൈവർ പറയുന്നത് ഫാമിലിയുടെ ഫംഗ്ഷൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി ആൻഡ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി. അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ സൊസൈറ്റിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഫാമിലിയുടെ ഫംഗ്ഷൻസും എല്ലാം കുറഞ്ഞു വരികയാണ്. കാരണം എന്താണ്? പണ്ട് ഫാമിലി ചെയ്തിരുന്ന അത്ര ഫംഗ്ഷൻസ് ഇപ്പോഴത്തെ ഫാമിലി ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലെ? പണ്ട് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് അടക്കം ഫാമിലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഓരോ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് വരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പം ഫാമിലിനെ ബേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ചില പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളുണ്ട്. പക്ഷെ അല്ലെ, ആരും ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് പുറമെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റില്ല? ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഇൻ പൊളിറ്റിക്സ് ഇല്ല, എസ്പെഷ്യലി ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത്. റൈറ്റ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാമിലി ആസ് ടൈം പാസസ് ഇസ് ലൂസിങ് സം ഓഫ് ഇറ്റ്സ് ഫംഗ്ഷൻസ്. അത് അഡ്രസ് ചെയ്യാനാണ് മക്കൈവർ പറഞ്ഞത് ഫാമിലിക്ക് രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്: എസെൻഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ്. Now, ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, what he meant by essential functions are those functions that family is still performing, which is very important. അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഫാമിലി ഇപ്പോഴും, അത് ഏത് കാലം എടുത്തു കഴിഞ്ഞാലും ഫാമിലി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന certain ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസെൻഷ്യൽ ഫംഗ്ഷൻസ്. കാലം മാറിയതിനനുസരിച്ച് ഈ ഫംഗ്ഷൻസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോയില്ല എന്നുള്ളതാണ് മക്കൈവർ പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി. ഇപ്പൊ നോൺ എസെൻഷ്യൽ എന്തായിരിക്കും? പണ്ട് ഫാമിലി ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇന്നത്തെ കാലത്ത് അത് അത്ര റെലവെന്റ് അല്ല. എന്നാലും ചില ഫാമിലീസിൽ ആ ഫംഗ്ഷൻസ് ഇപ്പോഴും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില സൊസൈറ്റീസിൽ ആ ഫംഗ്ഷൻസ് ഫാമിലി ഇപ്പോഴും ചെയ്യുന്നു. അതാണ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ ഫാമിലീസും എല്ലാ സൊസൈറ്റീസിലും ഫാമിലി പെർഫോം ചെയ്യുന്ന കോമൺ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസെൻഷ്യൽ ഫംഗ്ഷൻ. നോൺ എസെൻഷ്യൽ മീൻസ് നെസസറിലി ഫാമിലി അത് ഫോളോ ചെയ്യണമെന്നില്ല. കാരണം കാലം മാറിയപ്പോഴത്തേക്ക് പല ഫംഗ്ഷൻസും പോയിട്ടുണ്ട്. അപ്പൊ certain സൊസൈറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫംഗ്ഷൻസ് ഇപ്പോഴും പ്ലേ ഔട്ട് ആവുന്നുണ്ട്. ക്ലിയർ? നൗ, ഇപ്പൊ എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്നുള്ളത് നോക്കാം. There are three important essential functions of family according to മക്കൈവർ. ഒന്ന്, gratification of sexual needs. Okay. Second is procreation and rearing of children. Third one is provision of home. ഇപ്പം ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ നീഡ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്താണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ആസ്പെക്ട്, റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രൈമറി. ഓക്കെ, അതാണ് എല്ലാവരും വളരെ പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാമിലിയുടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. സോ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ നീഡ്, ദെൻ പ്രൊക്രിയേഷൻ ആൻഡ് റെയറിംഗ് ഓഫ് ചിൽഡ്രൻ, വിച്ച് ഇസ് നത്തിങ് ബട്ട് റീപ്രൊഡക്ഷൻ. ഓക്കെ, ആ റീപ്രൊഡക്ഷനകത്ത് റെയറിംഗ് ഓഫ് ചൈൽഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും.
വെറും റീപ്രൊഡക്ഷൻ മാത്രമല്ല, ആ ചൈൽഡിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതും ഫാമിലിയുടെ ഈ ഒരു ഫംഗ്ഷനകത്ത് തന്നെ വരുന്നതാണ്. ഇപ്പൊ പ്രൊക്രിയേഷണൽ ആൻഡ് റെയറിംഗ് ഓഫ് ചിൽഡ്രൻ. ദെൻ മൂന്നാമത് വരുന്ന ഫംഗ്ഷൻ ആണ് പ്രൊവിഷൻ ഓഫ് ഹോം. അതായത് ഒരു കോമൺ റെസിഡൻസ്, ഒരു ഹോം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെയും ആര് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാണ്? മെക്കൈവർ കൺസിഡർ ചെയ്യാണ്. ബിക്കോസ് അക്കോർഡിംഗ് ടു ഹിം ഡിഫറെന്റ് സൊസൈറ്റീസിലാണെങ്കിലും ഇവൺ തോ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി പല ഡിഫറെന്റ് സ്ഥലങ്ങളിൽ പോയി താമസിച്ചാലും അൾട്ടിമേറ്റ്ലി അവർക്കൊരു ബേസ് ലൊക്കേഷൻ ഉണ്ട് അല്ലെ? അവിടെ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ് ദേ സ്പെൻഡ് ടൈം ടുഗെദർ അല്ലെ? അപ്പൊ ആ ഒരു കോമൺ റെസിഡൻസ് എന്ന് പറയുന്ന ഒരു ആംഗിളിന് ഒരു ഇമ്പോർട്ടൻസ് ആര് പറയുന്നുണ്ട്? മെക്കൈവർ പറയുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ 3 ഫംഗ്ഷൻസ് മനസ്സിലായല്ലോ. ദോസ് ആർ എസെൻഷ്യൽ ഫംഗ്ഷൻസ്. ഇനി നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? When it comes to non-essential functions, here you need to understand, according to McIver, these functions were earlier performed by the families, but now are increasingly being performed by other social institutions. എൻ്റെ അർത്ഥം, പണ്ട് ഫാമിലി ചെയ്തുകൊണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയാണ്? പുതിയ കുറെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് അവർ ഈ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലിനെ ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എക്കണോമിക് ഫംഗ്ഷൻ. പണ്ടത്തെ സൊസൈറ്റിയിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫാമിലി ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഇന്ന് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല, അല്ലേ? ഇന്ന് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ന് ഏതാണ്? ഫാമിലി ആണോ? യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറീസ് ആർ ബിക്കമിങ് ദ ന്യൂ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ? ഹോം അല്ല, അല്ലെങ്കിൽ ഫാമിലി അല്ല. അപ്പം അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? In traditional societies, your economic function was done by the family, but in modern societies, അവിടെ എന്ത് ചെയ്തു? അത് ഇൻഡസ്ട്രിയിലേക്ക് എന്ത് ചെയ്തു? കൈമാറി. അതിന് പകരം ഫാമിലി ഇപ്പം ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? ആ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യാം? കൺസ്യൂം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കൺസംഷൻ ഫംഗ്ഷനിലേക്ക് ഫാമിലിയുടെ ഇക്കണോമിക് ഫംഗ്ഷൻസ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. ഇത് ഓരോ ആൾക്കാരുടെ ഓരോ വ്യൂ പോയിന്റിന്റെ ആസ്പെക്ട് ആണ്. അപ്പം മെക്കൈവർ പറയുന്നത് എക്കണോമിക് ഫംഗ്ഷൻസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ പല ഫാമിലീസിൽ ആ ഒരു എക്കണോമിക് ഫംഗ്ഷൻസിന്റെ റെലവൻസ് കുറഞ്ഞു. ഇപ്പം അതല്ലാത്ത സിസ്റ്റത്തിലൂടെയാണ് പല എക്കണോമിക് ഫംഗ്ഷൻസും നടപ്പിലാവുന്നത്. ഓക്കെ, ഇപ്പൊ ലേബറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തെ സൊസൈറ്റിയിൽ മെറിറ്റ് ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? അപ്പം ഫാമിലിയിലെ മെമ്പർ ഉണ്ടെന്നേ ഉള്ളൂ. അതർവൈസ് സെലക്ഷൻ ഇസ് ഓൾ ബേസ്ഡ് ഓൺ സർട്ടൻ മെറിറ്റോറിയസ് കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി അധികം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് മെക്കൈവറിന്റെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, ഇതിന്റെ അർത്ഥം ഇത് ചെയ്യുന്നില്ല എന്നല്ല. ഓക്കെ, ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് റെലവെന്റ് അല്ല. അത് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടേക്കപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത എന്താ? റിലീജിയസ് ഫംഗ്ഷൻ. പണ്ടത്തെ സൊസൈറ്റിയിൽ റിലീജിയസ് ഫംഗ്ഷൻ ആരാ ചെയ്തുകൊണ്ടിരുന്നത്? ഫാമിലിയാണ്. എങ്ങനെയാണ് ഫാമിലിയുടെ റിലീജിയസ് ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചൈൽഡിന് എങ്ങനെയാണ് റിലീജിയസ് പ്രാക്ടീസസും റിലീജിയസ് ആയിട്ടുള്ള ഈ ഫെസ്റ്റിവൽസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് പെർഫോം ചെയ്യണം അല്ലെ, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഫാമിലിയാണ്. ഇന്നത്തെ സൊസൈറ്റിയിലോ ഓരോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഈ ഫംഗ്ഷൻസ് ചെയ്യുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ചിൽഡ്രൻ എന്ത് ചെയ്യുന്നു? ഒരു ഏജ് എത്തുമ്പോഴത്തേക്ക് അവർ ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അവർ ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഫാമിലി ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആണ് അല്ലെ? അപ്പൊ ഇതെന്താണ്? ഒരു നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ ആണ്. പണ്ട് ചെയ്തു, ഇപ്പം എസെൻഷ്യലി അത് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇനി ഇന്നത്തെ ഒരു അടുത്തൊരു ആംഗിൾ നോക്കുവാണെങ്കിൽ, പണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും പല റിലീജിയസ് കാര്യങ്ങൾക്കും ഓക്കെ ഒരു സേക്രഡ് ആയിട്ടുള്ള എലമെന്റ് കിട്ടണമെങ്കിൽ അവിടെ ഫാമിലിയുടെ ഒരു പ്രസൻസ് ആവശ്യമാണ്. ഈവൻ ഫാമിലിയുടെ അകത്ത് തന്നെ പല ഡിഫറെന്റ് സേക്രഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ലൈക്ക് സേക്രഡ് ഇൻ ദ സെൻസ് റിലീജിയസ് ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ചെയ്യേണ്ട അല്ലെ? അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ അത് പൂർത്തിയാവില്ല. നമ്മൾ ഗൃഹസ്ഥാശ്രമയുടെ കാര്യം ഇന്നലെ പറഞ്ഞു അല്ലെ? അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ചെയ്യേണ്ട പല പൂജകൾ ഉണ്ടാവും, റൈറ്റ്? അപ്പൊ അവിടെ ഹസ്ബൻഡിന് മാത്രമോ വൈഫിന് മാത്രമോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫാമിലി വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ വേരിയസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താണ് റിലീജിയസ് ആക്ട്സ് ഓർ റിച്വൽസ്. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് റിച്വൽ ഓർ ആക്ട് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഹാസ് ടു ബി പ്രസന്റ്, റൈറ്റ്? അല്ലെങ്കിൽ അത് സക്സസ് ആവില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ? ഇല്ല, റൈറ്റ്? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിന്റെ റെലവൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്.
ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. നിങ്ങൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ആലോചിക്കുക, മാരേജ്. ഓക്കെ, മാരേജ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് തന്നെ പണ്ട് റിച്വലിസ്റ്റിക് ആണ്, ഇന്ന് കൂടുതൽ എന്താണ്, സെലിബ്രേറ്ററി ആണ്, അല്ലെ? ഫെസ്റ്റിവൽ ആസ്പെക്റ്റിലാണ് മാരേജിനെ കാണുന്നത്. പണ്ട് റിച്വലിസ്റ്റിക് ആസ്പെക്ട് ആണ് മാരേജിന് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ പണ്ടത്തെ ചെയ്തുകൊണ്ടിരുന്ന അത്രയധികം റിച്വലിസ്റ്റിക് ആയിട്ടുള്ള, എലാബറേറ്റ് ആയിട്ടുള്ള റിച്വലിസ്റ്റിക് ആസ്പെക്ട് ഇന്ന് ഈ പറയുന്ന മാരേജിൽ കുറഞ്ഞു വരികയാണ്. പലരും സെക്യുലർ ആയിട്ടുള്ള വെസ്റ്റേൺ മോഡൽ ഓഫ്, അല്ലെ, ഒരു സെലിബ്രേഷൻ ഓഫ് മാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഒത്തിരി കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് പറയാം, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മാരേജിന്റെ കേസ് ഞാൻ പറഞ്ഞു. മാരേജ് റിച്വലിസ്റ്റിക് മാറി ഇപ്പം കൂടുതലും ഒരു സെലിബ്രേഷൻ ഓർ ഫെസ്റ്റിവൽ ആസ്പെക്റ്റിലേക്ക് മാറുകയാണ്. അതിന്റെ ഉദാഹരണം ഡെസ്റ്റിനേഷൻ വെഡിങ്സ് പറയാം, അല്ലെ? ഇപ്പം ആൾക്കാര് അവരുടെ ഒരു കൾച്ചറൽ ആസ്പെക്ട് അല്ലാതെ ഇപ്പൊ യൂറോപ്പിലൊക്കെ പോകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉദയ്പൂരിലെങ്കിലും പോയി കല്യാണം കഴിക്കാൻ എന്ത് ചെയ്യും, ശ്രമിക്കുക, അല്ലെ? അവിടെ റിച്വലിസ്റ്റിക് ആസ്പെക്ട് വിടാണ്, അതിന്റെ ഒരു സെലിബ്രേഷൻ ആസ്പെക്ട് ആണ്. അതേപോലെ റിലീജിയസ് ഫെസ്റ്റിവൽസിന്റെ സെലിബ്രേഷനിൽ ആൾക്കാരുടെ കസ്റ്റംസിനകത്ത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഡോമിനൻസ്, അല്ലെ? ഇവൺ ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് ദ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ദാറ്റ് ബ്രൈഡ് ആൻഡ് ഗ്രൂം വെയർ, അല്ലെ? പല റിലീജിയനിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, അറ്റ്ലീസ്റ്റ് ആ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം ട്രഡീഷണൽ ക്ലോത്ത്സ് ഇട്ട് അത് കഴിയുമ്പോഴത്തേക്ക് ഫുൾ എന്താവും, വെസ്റ്റേൺ ക്ലോത്ത്സ് ആയി മാറും. ആൻഡ് ഇൻ സർട്ടൻ കേസസ് അതുമില്ല, കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ആണ്. ഇതൊക്കെ എന്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആ ഒരു റിലീജിയസ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി ആസ് സച്ച് കുറഞ്ഞിട്ട് അത് വേറെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ റിലീജിയസ് ഫംഗ്ഷൻ ഒക്കെ ഇപ്പം പക്ഷെ ആരാ ചെയ്യുന്നത്? അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെ? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും കുട്ടികളെ പഠിപ്പിക്കാനുള്ള സർട്ടൻ മെക്കാനിസം ഇല്ലേ, അല്ലെ? ഇതേപോലെ ഇപ്പം മുസ്ലിംസിന്റെ ഇടയിൽ മദ്രസാസ് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻസിന്റെ ഇടയിലാണെങ്കിലും ഹിന്ദുസിന്റെ ഇടയിലാണെങ്കിലും there are various ways in which they send their children to acquire these religious things, അല്ലെ? വേദങ്ങൾ പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. പണ്ട് നമ്മൾ പറഞ്ഞു ഫാമിലിയിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത്, അല്ലെ? ABCD ആണെങ്കിലും അക്ഷരമാലയാണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം ഏർലിയർ ഇറ്റ് യൂസ് ടു ബി ഫ്രം വിത്തിൻ ദ ഫാമിലി. പക്ഷെ ഇന്ന് ഇത് എവിടുന്നാ പഠിക്കുന്നത്? പ്രീ സ്കൂൾസ്, അല്ലെ? ഇപ്പൊ ഡേ കെയർ, പ്രീ സ്കൂൾസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. അപ്പൊ ഫാമിലിയുടെ ആ ഒരു എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്താണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവൺ വൊക്കേഷണൽ ട്രെയിനിങ് വരെ ഫാമിലിയുടെ അകത്തുനിന്ന് കിട്ടുമായിരുന്നു. വൊക്കേഷണൽ ട്രെയിനിങ് ഉദ്ദേശിക്കുന്ന എന്താ, സർട്ടൻ സ്കിൽസ്. ഇപ്പൊ കാർപ്പൻറ്റേഴ്സ്, അല്ലെ? അപ്പൊ ആ സ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും, അല്ലെ, അല്ലാത്ത ഡേ സ്കൂൾ, ഡേ കെയറും അല്ലെങ്കിൽ പ്രീ സ്കൂൾസും ആണ് ഈ ഫങ്ഷൻസ് മൊത്തം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ എഡ്യൂക്കേഷണൽ ഫംഗ്ഷനിലും എന്താണ്, ദർ ഇസ് എ പ്രോപ്പർ ഷിഫ്റ്റ് ദാറ്റ് യു ക്യാൻ സീ. ആൻഡ് ഫൈനലി ഹെൽത്ത് ഫംഗ്ഷൻ. എന്താണ് ഈ ഹെൽത്ത് ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്? ടേക്കിംഗ് കെയർ ഓഫ് ദ ചിൽഡ്രൻ അല്ലെങ്കിൽ അതർ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഇൻക്ലൂഡിങ് എൽഡർലി. പണ്ട് ഫാമിലിയാണ് ഈ മൊത്തം ഫങ്ഷൻസും ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? ചിൽഡ്രനെ നോക്കുന്നു, എൽഡർലീനെ നോക്കുന്നു, ബാക്കി ആൾക്കാരെ മൊത്തം നോക്കുന്നു. ഇന്നെന്താണ് സംഭവം? ഇന്ന് പല പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും വരുന്നു, അല്ലെ? ചിൽഡ്രനെ നോക്കാൻ ഡേ കെയർ, വെൻ ഇറ്റ് കംസ് ടു എൽഡർലി ഓൾഡ് ഏജ് ഹോംസ്, വെൻ ഇറ്റ് കംസ് ടു ഈവൻ ദ ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഹോസ്പിറ്റൽസ്, റൈറ്റ്? അപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് ഫംഗ്ഷൻ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് ഇത് കൊടുത്തിരിക്കുകയാണ്, അവരാണ് ആ ഫങ്ഷൻസ് ചെയ്യുന്നത്. ക്ലിയർ ആണുണ്ടോ? ഓക്കെ. അപ്പം അക്കോർഡിംഗ് ടു മെക്കൈവർ പറയുന്നത് എന്താണ്, എസെൻഷ്യൽ ഫങ്ഷൻസ് ആണ് ഫാമിലി ഇപ്പം കൂടുതലും ചെയ്യുന്നത്. നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് ആരാണ് പെർഫോം ചെയ്യുന്നത്? മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൂടുതലും പെർഫോം ചെയ്യുന്നത്. ഫാമിലിക്ക് അവിടെയുള്ള റോള് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? നമ്മൾ ഇന്നത്തെ സൊസൈറ്റി ആലോചിക്കുമ്പം, അല്ലേ, ഈ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് ഒക്കെ കുറഞ്ഞു വരികയാണ്. അതെ, ഹോം നേഴ്സിന്റെ കാര്യം പറയാം, റൈറ്റ്? മാരേജിന്റെ കേസിൽ ഇപ്പം അനദർ ട്രെൻഡ് എന്താണ്, രജിസ്റ്റർ മാരേജ് ചെയ്യുക, അല്ലേ? അപ്പൊ അത് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ റിലീജിയസ് ഫങ്ഷൻസോ റിച്വൽസോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. അതുവഴി എന്താണ്, ദേ ആർ സെൻഡിങ് എ മെസ്സേജ് ദാറ്റ് സെക്യുലർ ആയിട്ടുള്ള രീതിയിൽ മാരേജസ് നടത്തുക, അതിന്റെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറക്കുക, റൈറ്റ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? മെക്കൈവർ പറഞ്ഞ കാര്യങ്ങളിൽ? ഇല്ല.
ഇപ്പൊ നമ്മൾ ആദ്യം ആരെ കുറിച്ചാണ് പറഞ്ഞത്? JP മെർഡോക്ക്, ഇപ്പം മെക്കൈവർ. ഇപ്പൊ നമുക്ക് അടുത്ത ഇതിനകത്ത് പോവാം. നെക്സ്റ്റ് ഇസ് ദ റിക്രിയേഷണൽ ഫംഗ്ഷൻ. ഓക്കെ, അതിനകത്തൊരു സാധനം വിട്ടു, റിക്രിയേഷണൽ ഫംഗ്ഷൻ. എന്താണ് റിക്രിയേഷൻ? അതെ, എന്റർടൈൻമെന്റ്, എൻജോയ്മെന്റ് അല്ലെ, അതാണ് റിക്രിയേഷൻ എന്ന് പറയുന്നത്. പണ്ട് ഫാമിലി വാസ് ദ സെന്റർ ഓഫ് ഓൾ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യുന്നു അല്ലെ, ഒരുമിച്ച് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെയുള്ള ഒരു പിക്ചർ ഓഫ് ഫാമിലി ഇല്ലേ? പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടോ? ഇന്ന് മാറി അല്ലെ. ഇന്ന് പഴയ പോലുള്ള ആ ഒരു ഒരുമിച്ചിരുന്ന് പാട്ട് പാടൽ, ഡാൻസ് കളിക്കൽ, അങ്ങനെയുള്ള റിക്രിയേഷൻ ഒന്നുമില്ല. മറിച്ച് എല്ലാവരും ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് റിക്രിയേഷനിലേക്കാണ് പോകുന്നത് അല്ലെ. കുറച്ചുപേര് ക്ലബിൽ പോകും, കുറച്ചുപേര് ഫോണിലിരിക്കും, ഫോണിൽ തന്നെ കുറെ യൂട്യൂബ് വീഡിയോസ് കാണുന്നു. അതാണ് ഇപ്പോഴത്തെ പുതിയ റിക്രിയേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഫാമിലിയുടെ റോള് കുറയല്ലേ അല്ലേ? ഇപ്പൊ ഫാമിലി സീസിങ് ടു ബി എ യൂണിറ്റ് ഓഫ് റിക്രിയേഷൻ. ഇൻസ്റ്റഡ് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സിനിമ തിയേറ്റേഴ്സ് അല്ലെ, ക്ലബ്സ്, ബാർ അല്ലെ, റെസ്റ്റോറൻറ്റ്സ്, അതൊക്കെ എന്ത് ചെയ്യാണ്, പുതിയതായിട്ട് ഒരു എന്റർടൈൻമെന്റിന്റെ അവന്യൂസ് ആയി മാറുകയാണ്. അപ്പൊ അവിടെയും ഫാമിലിയുടെ ഒരു റോള് കുറയാണ്, എസ്പെഷ്യലി റിക്രിയേഷൻ. നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ കാണുമ്പം അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും എന്ത് കാണിക്കുന്നുണ്ടാവും, ഇതേപോലെ കൂട്ടുകുടുംബം, അവരൊരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു അല്ലെ. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയാണോ? ഇന്നത്തെ യഥാർത്ഥ റിയാലിറ്റിയിലെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വളരെ കുറവാണ് അല്ലേ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും ചേഞ്ചസ് ഇൻ ഫാമിലി പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാ ഫാമിലിയിൽ ഇതേപോലെ ഫാമിലിയുടെ ഫങ്ഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഒന്നെന്താണ്? മേജർ റീസൺ ഇറ്റ് ഈസ് റിഗാർഡിങ് ന്യൂക്ലിയർ ഫാമിലി അല്ലേ. പണ്ട് ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ ഫാമിലിക്ക് ചെയ്യാൻ പോസിബിൾ ആയത് എന്തുകൊണ്ടാണ്? ജോയിന്റ് ഫാമിലിയാണ്, ഫാമിലിയിൽ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഓരോ ടാസ്കായി ഏറ്റെടുക്കാം അല്ലെ. ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ഇന്നെന്താ, ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. അവിടെ ഹസ്ബൻഡിന് ജോബ് ഉണ്ടാവും, വൈഫിന് ജോബ് ഉണ്ടാവും, പിന്നെ ചിൽഡ്രൻ ഉണ്ട്. ഇതിന്റെ ഇടയിൽ റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഡാൻസ് കളിക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതിനുള്ള ഒരു സ്പേസ് എന്തിനില്ല, ഫാമിലിക്ക് ഇല്ല. റൈറ്റ്. അപ്പൊ അതാണ് ഒരു മേജർ റീസൺ വൈ യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ദിസ് കൈൻഡ് ഓഫ് ഒരു റിഡക്ഷൻ ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. പിന്നെ രണ്ടാമത്തെ കാര്യമുണ്ട്, നമ്മളെ സൊസൈറ്റി മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് സൊസൈറ്റിയിൽ എപ്പോഴും ഒരു പ്രോസസ്സ് നടക്കും. എന്താണ്? സൊസൈറ്റി കൂടുതൽ സ്പെഷ്യലൈസേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താണ് ഈ സ്പെഷ്യലൈസേഷൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പണ്ടത്തെ സമൂഹം എടുക്കുക, സൊസൈറ്റി. ഓക്കെ, അവിടെ മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയായിരുന്നു? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയൻ ഉണ്ട്, ഫാമിലി ഉണ്ട് അല്ലെ. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും പിന്നീട് വന്നതാണ്. റിലീജിയന്റെ അകത്തുനിന്ന് പിന്നീട് സെപ്പറേറ്റ് ചെയ്തതാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പണ്ടത്തെ കാലത്ത് ഫാമിലി ആൻഡ് റിലീജിയൻ യൂസ് ടു പെർഫോം വേരിയസ് ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെ. എക്കണോമിക് ഫംഗ്ഷൻ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? ഫാമിലിയാണ്. അന്ന് അത് സെപ്പറേറ്റ് അല്ല. റിലീജിയൻ അതേപോലെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ചെയ്യും. അങ്ങനെ ലോ ആൻഡ് ഓർഡർ റിലീജിയൻ ആണ്. റൈറ്റ്. പിന്നീട് സൊസൈറ്റി മുന്നോട്ടേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. ഇവരെന്ത് ചെയ്തു? ഫാമിലിന്റെയും റിലീജിയന്റെയും കുറെ എക്സിസ്റ്റിംഗ് ഫങ്ഷൻസ് അവരത് ഏറ്റെടുത്തു. എന്നിട്ട് ആ ഫങ്ഷൻസ് ഫാമിലിയിൽ നിന്ന് ഒഴിവാക്കി. പിന്നീട് മുന്നോട്ടേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. അവർ പുതിയ ഫങ്ഷൻസ് ടേക്കപ്പ് ചെയ്യുന്നു. ഫാമിലിന്റെ ബേർഡൻ കുറക്കുന്നു, റിലീജിയന്റെ ബേർഡൻ കുറക്കുന്നു അല്ലെ, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്തുകൊണ്ട് കുറഞ്ഞു? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ സെറ്റായി അല്ലെ, എഡ്യൂക്കേഷൻ. അതെന്ത് ചെയ്തു? ഫാമിലിയുടെ ബേർഡൻ കുറച്ചു. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വളരെയധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇത് സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ സ്പെഷ്യലൈസേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഓൾഡ് ഏജ് ഹോംസ് എന്ന് പറയുന്നത് ഒരു 20 years എഗോ അത്ര ഫേമസ് ആണോ? അല്ല. ഇപ്പൊ അത് ഫേമസ് ആവുന്നു. എന്തുകൊണ്ടാണ്? സൊസൈറ്റീസ് സ്പെഷ്യലൈസിങ്. റൈറ്റ്. കാരണം ഫാമിലിയുടെ അടുത്തുള്ള ചൈൽഡ് കെയർ, എൽഡർലി കെയർ, അത് ഇത് എല്ലാം മാറ്റി എൽഡർലി കെയറിന് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു വരികയാണ്, വിച്ച് വിൽ ടേക്ക് കെയർ ഓഫ് ദി നീഡ്സ് ഓഫ് എൽഡർലി. കുറച്ച് കഴിയുമ്പോൾ ഇത് വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറും. റൈറ്റ്. അത് സൊസൈറ്റിയുടെ വേ ഓഫ് സ്പെഷ്യലൈസിങ് ആണ്. ഇപ്പൊ സൊസൈറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുകയും ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഴയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർട്ടൺ ഫങ്ഷൻസ് എടുത്ത് അവർ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാനും തുടങ്ങും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയി നമുക്ക് സൊസൈറ്റിയിൽ കാണാം. വേറെ എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഈ ഒരു പ്രോസസ്സിന്റെ?
സൊസൈറ്റി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ സ്പെഷ്യലൈസ് ചെയ്യുക. കുറെ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും ചിന്തിക്കണ്ട, ഇതേപോലുള്ള പുതിയ പുതിയ സെറ്റപ്പുകൾ വന്ന് അവർ ഈ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഒരു ഉദാഹരണം, മാരേജ്. ഓക്കെ, പണ്ട് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവമോ അല്ലെങ്കിൽ മാരേജിന്റെ ഈ ഡെക്കറേഷൻ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന എവിടുന്നാണ്? ഇൻക്ലൂഡിങ് ഫുഡ്, അല്ലെ? കൂടുതലും ഫാമിലീസിന്റെ അകത്തു തന്നെയാണ്, അങ്ങനെ പുറത്തുള്ളൊരു സംഭവം ഇല്ല, അല്ലെ? പിന്നീട് എന്താ ചെയ്യാൻ തുടങ്ങി? ഫാമിലിയിലുള്ള ഈ ഫംഗ്ഷൻസിനെ മെല്ലെ മെല്ലെ എടുത്ത് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള സർട്ടൻ ഗ്രൂപ്പ്സ് വരുന്നത്. അത് എക്സാമ്പിൾ അല്ലേ? വെൻ സൊസൈറ്റി ഈസ് മൂവിങ് ഫോർവേഡ്, ഈ പറയുന്ന ഫംഗ്ഷൻ വിത്തിൻ ദാറ്റ് യൂസ് ടു ഹാപ്പൻ വിത്തിൻ ദ ഫാമിലി പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു, അല്ലെ? ഡേ കെയർ അനദർ എക്സാമ്പിൾ. ഇപ്പൊ എൽഡർലി ഹോം ആണെങ്കിലും ഡേ കെയർ ആണെങ്കിലും ഈ പറയുന്ന മാരേജ് ഓർ ഇവന്റിന്റെ ആസ്പെക്ട് ആണെങ്കിലും എല്ലാം ക്യാൻ ബി കോട്ടഡ് ആസ് എൻ എക്സാമ്പിൾ വേർ ഫാമിലിയുടെ ഫംഗ്ഷൻസ് കുറയും, സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും എക്സാമ്പിൾ ആലോചിക്കുക. ഫുഡ് ഇൻഡസ്ട്രി എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? അതെ, റെസ്റ്റോറൻറ്റ്സ്, അല്ലേ? പണ്ടത്തെ ആ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാന്നുള്ള കോൺസെപ്റ്റിനെ മാറ്റിക്കൊണ്ടാണ് ഇപ്പൊ റെസ്റ്റോറൻറ്റ്സും അതേപോലുള്ള കാര്യങ്ങൾ വരുന്നത്, അല്ലേ? ഇപ്പൊ ഹോംലി ഫുഡ് അവൈലബിൾ ആണ്, അല്ലെ? ടിഫിൻ സർവീസ് വേരിയസ് സ്ഥലങ്ങളിൽ, ദാറ്റ് ക്യാൻ ബി മെൻഷൻഡ് ആസ് എൻ എക്സാമ്പിൾ. പിന്നെ കോച്ചിങ് സെന്റർ, യാ, അതും കറക്റ്റ് ആണ്. കാരണം പഴയ കാലങ്ങളിൽ ഇതേപോലുള്ള കോച്ചിങ് സെന്റേഴ്സ് ഇല്ല, റൈറ്റ്? ഇപ്പൊ എങ്ങനെയാണ് ആ റിക്വയർമെന്റും എക്സാംസിന്റെ സംഭവം മാറി വരുന്നതിനനുസരിച്ച് കോച്ചിങ് സെന്റർ എന്ന് പറയുന്ന സംഭവം സ്പെഷ്യലൈസ് ചെയ്തു എമേർജ് ചെയ്യാൻ തുടങ്ങി. വേറെന്തെങ്കിലും? മാട്രിമോണി, വെരി ഗുഡ് എക്സാമ്പിൾ. മാട്രിമോണി, അല്ലേ? പണ്ട് അലയൻസസ് ഒക്കെ എങ്ങനെയാണ്? കുടുംബക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, പിന്നെ അത് മെല്ലെ ബ്രോക്കർ എന്ന് പറയുന്ന ഒരു ടീം വന്നു, അത് പെട്ടെന്ന് തന്നെ മാട്രിമോണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ എന്താണ്? സൊസൈറ്റി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പല ഫംഗ്ഷൻസും ഇതേപോലുള്ള എക്സ്റ്റേണൽ ഏജൻസീസ് ടേക്കപ്പ് ചെയ്യാണ്. വെരി ഗുഡ്. ഡേറ്റിംഗ് ആപ്പ്, അല്ലേ? പണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ കോളേജ് പഠിക്കുമ്പോൾ. ഓക്കെ, ഇതൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം, കുറെ പ്രോസസ് ഉണ്ട്. ഇതിപ്പോ അതൊക്കെ കുറഞ്ഞു, അല്ലേ? സിമ്പിൾ ആയി കാര്യങ്ങൾ. ഓൺലൈൻ ഷോപ്പിംഗ്, യാ, ഗുഡ്. ലിവിംഗ് റിലേഷൻ, യാ, ടു എ ലാർജർ എക്സ്റ്റെന്റ് യു ക്യാൻ മെൻഷൻ ഇറ്റ് ആസ് ന്യൂ വേ ഓഫ് സൊസൈറ്റി, അല്ലേ? വേർ ലിവിംഗ് റിലേഷൻഷിപ്സ് പോപ്പുലർ ആകുന്നതിനനുസരിച്ച് മാരേജ് എന്നുള്ള ആ കോൺസെപ്റ്റിനെ വീക്കൻ ചെയ്യാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ മേ ബി അതായിരിക്കും നോം. ഓക്കെ, വി കനോട്ട് സേ, റൈറ്റ്? എന്ത് പറ്റുമെന്ന് നമുക്ക് അറിയില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ട്രാവൽ ഏജൻസീസ്, ഗുഡ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, അല്ലേ? അപ്പം ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ച് പറയാം. യു ക്യാൻ മെൻഷൻ അബൌട്ട് മാട്രിമോണി, യു ക്യാൻ മെൻഷൻ അബൌട്ട് ഇവിടെ പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ്. ഇതൊക്കെ സൊസൈറ്റി ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? ഇനിയാണ് താൽക്കോട്ട് പാർസൺസ്. ഈ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ വീട്ടിലുള്ള ആളുടെ പേര് പോലെ മാറും, പഠിക്കണ്ട. ഓക്കെ, അത്രയധികം ഈ പുള്ളിനെ കുറിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും പഠിക്കുന്നുണ്ട്. താൽക്കോട്ട് പാർസൺസ് എന്നാണ് പുള്ളിയുടെ പേര്. ഓക്കെ, നമ്മളുടെ സോഷ്യോളജിയിൽ 6 തിങ്കേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സിലബസിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന മേജർ തിങ്കേഴ്സ് ദേ ആർ 6. ആരൊക്കെയാണ്? കാൾ മാർക്സ്, മാക്സ് വെബർ, എമിലെ ദർക്കൈം, താൽക്കോട്ട് പാർസൺസ്, മീഡ് ആൻഡ് മേർട്ടൺ. ഓക്കെ, ഇവർ 6 പേരെയും നിങ്ങൾ വളരെയധികം അടുത്തറിയാനിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാർസൺസിന്റെ കേസിൽ തുടങ്ങാം. പാർസൺസ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. അതിന്റെ അർത്ഥം എല്ലാത്തിന്റെയും ഫങ്ഷൻസിലാണ്, അല്ലെ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇമ്പോർട്ടന്റ് ആണ്, നല്ലതാണെന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിൽപ്പെട്ട ആളാണ് താൽക്കോട്ട് പാർസൺസ്. According to Talcott Parsons, there are 2 important functions that is being performed by the family, which are primary socialization and adult personality stabilization. Okay, there are 2 important functions. എന്തൊക്കെയാണ്? Primary socialization, adult personality stabilization. ഇതിനോടകം നിങ്ങൾക്ക് പ്രൈമറി സോഷ്യലൈസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് പ്രൈമറി സോഷ്യലൈസേഷൻ മീൻ ചെയ്യുന്നത്? അല്ലെ? ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഇപ്പൊ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, സോഷ്യലൈസേഷൻ പ്രോസസ്സ് 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് ഫാമിലിയിൽ നിന്നും, സെക്കൻഡ് വൺ എവിടെ നിന്നാണ്?
സ്കൂളുകളിൽ നിന്നും അല്ലെ. ആ സ്കൂളിൽ നിന്ന് നടക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. യു നോ ദാറ്റ്. സെക്കൻഡ് ആസ്പെക്ട് ഇസ് ദ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. എന്താണ് ഈ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഉദ്ദേശിക്കുന്നത്? പാർസൺസിന്റെ ഒരു ഫോക്കസ് വെൻ ഇറ്റ് കംസ് ടു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെയാണ് പാർസൺസ് കൂടുതൽ എന്ത് ചെയ്തത്? ഫോക്കസ് ചെയ്തത്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം വന്നിരിക്കുന്ന ഒരു മോഡേൺ സൊസൈറ്റി, ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് പാർസൺസിന്റെ കൂടുതൽ ഫോക്കസിലുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പാർസൺസ് ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഫാമിലി ടൈപ്പ് ഏതാണ്? എക്സ്റ്റെൻഡഡ് ഫാമിലി ആണോ ന്യൂക്ലിയർ ഫാമിലി ആണോ? ന്യൂക്ലിയർ ഫാമിലി ആണ് അല്ലേ. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പം കൂടുതൽ ന്യൂക്ലിയർ ഫാമിലി ആയി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വിൽ ബി ഡിസ്കസിങ് ഇൻ ദ ലേറ്റർ പാർട്ട്. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, ന്യൂക്ലിയർ ഫാമിലി വന്നു. ഈ ന്യൂക്ലിയർ ഫാമിലി വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്താണ്? ഇവിടെ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ അവർ വേണം കാര്യങ്ങൾ മൊത്തം നടത്താൻ. അക്കോർഡിംഗ് ടു പാർസൺസ് വ്യൂ, ഇങ്ങനെയുള്ള ന്യൂക്ലിയർ ഫാമിലിയിൽ ദർ ഈസ് എ പെർട്ടിക്കുലർ റോൾ ഡിവിഷൻ. ഹസ്ബൻഡ് വിൽ ബി പ്ലേയിങ് ദ ഇൻസ്ട്രുമെന്റൽ റോൾ ഓഫ് ഏർണിംഗ് മണി ആൻഡ് വൈഫ് വിൽ ബി ഡൂയിങ് ദ റോൾ ഓഫ് ഒരു എക്സ്പ്രസീവ് റോൾ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഇൻസ്ട്രുമെന്റൽ റോൾ ഉണ്ട്, എക്സ്പ്രസീവ് റോൾ ഉണ്ട്. സോ ഞാൻ ഒന്നുകൂടി പറയാം. അക്കോർഡിംഗ് ടു പാർസൺ, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എത്തിയപ്പോഴത്തേക്ക് അവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള ഫാമിലി ടൈപ്പ് എന്താണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്. ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദേ പ്ലേ ഡിഫറെന്റ് റോൾസ് അല്ലെ. ഹസ്ബൻഡ് പ്ലേ ദ ഇൻസ്ട്രുമെന്റൽ റോൾ ദാറ്റ് ഓഫ് ദ ബ്രെഡ് വിന്നർ. ബ്രെഡ് വിന്നർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പൈസ ഏൺ ചെയ്യുന്നു. വൈഫിനെ സംബന്ധിച്ചിടത്തോളം പെർഫോംസ് ദ റോൾ ഓഫ് എക്സ്പ്രസീവ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പിക്ചർ, കുലസ്ത്രീ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, ഏതാണ്ട് ആ ഒരു രീതിയിൽ. ഓക്കെ, എപ്പോഴും സ്നേഹം കൊടുക്കുന്ന, എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന, ഓക്കെ, എല്ലാവരെയും സമാധാനിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വിമൻ. അതാണ് എക്സ്പ്രസീവ് റോൾ പ്ലേഡ് ബൈ വിമൻ എന്ന് പറയുന്നത്. അപ്പം പാർസൺസിന്റെ തിയറിയിൽ നിങ്ങൾ നോക്കിക്കാണാൻ ഫാമിലിയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ, പ്രൈമറി സോഷ്യലൈസേഷൻ ആൻഡ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ, ഇത് രണ്ടും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? പാർസൺ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും വിമന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഓർ വൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എങ്ങനെയാണെന്ന് പറയാം. അക്കോർഡിംഗ് ടു പാർസൺ, ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ്, ഓക്കെ, ഭയങ്കര തിരക്കായിരിക്കും, ഒത്തിരി സ്ട്രെസ്ഡ് ആയിരിക്കും, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡ് ആണ്. അപ്പൊ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാറ്റാൻ ആരവിടെ ഉണ്ടാവും? വൈഫ് ഉണ്ടാവും, വിമൻ ഉണ്ടാവും. അവര് ആ ഹസ്ബൻഡിനെ സമാധാനിപ്പിക്കുക, പാട്ടൊക്കെ പാടി, ഓക്കെ, അങ്ങനെ സമാധാനിപ്പിച്ച് അവരുടെ ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് സൊസൈറ്റി എന്ത് ചെയ്യുന്നു? മുന്നോട്ടേക്ക് ഈസി ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഹസ്ബൻഡിലേക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഭയങ്കര ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാം. അത് അൾട്ടിമേറ്റ്ലി സൊസൈറ്റിയിൽ സർട്ടൻ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യാം. ഇവിടെ വൈഫ് ഈസ് ആക്ടിങ് ആസ് എ സേഫ്റ്റി വാൾവ് അല്ലേ. വേർ വൈഫ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡിന്റെ ആ ടെൻഷനെയും സ്ട്രെസ്സിനെയും സ്ട്രെയിനെയൊക്കെ എന്ത് ചെയ്യുന്നു? അകറ്റി നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു പിക്ചർ ഓഫ് പാർസൺസ് റിഗാർഡിങ് ദ റോൾ ഓഫ് വൈഫ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് വിളിക്കുന്നത്? അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ റോൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വൈഫ് ആ എക്സ്പ്രസീവ് റോളിലൂടെ is able to absorb the stress and strain that the husband acquires from the capitalist industrial society. അതുകൊണ്ട് തന്നെ അത് അവിടെ അടങ്ങുകയാണ് അല്ലെ, സേഫ്റ്റി വോൾവ് ആവുകയാണ്. അത് ഫ്യൂച്ചറിൽ സൊസൈറ്റിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടില്ല. ക്ലിയർ ആവുണ്ടോ? ഓൾ റൈറ്റ്, ഇത് മനസ്സിലായോ? ഓക്കെ. ആൻഡ് പ്രൈമറി സോഷ്യലൈസേഷൻ അക്കോർഡിംഗ് ടു പാർസൺ ആരുടെ ഉത്തരവാദിത്തമാണ്? വിമന്റെ ആണ്. ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് ടൈം വിത്ത് ചിൽഡ്രൻ. It is the role of women to take after or look after the children as well as to perform the expressive and emotional role in the family. അല്ലേ? At the same time, husband in the role എന്താണ്? ഇൻസ്ട്രുമെന്റൽ ആണ്,
ബ്രെഡ് വിന്നർ ആണ്. ഓക്കെ, ബാക്കി മൊത്തം വൈഫ് സെറ്റ് ആയിക്കോളും. അതാണ് സംഭവം. ഓക്കെ, ഈ ഒരു എക്സ്പെക്ടേഷൻ ആണ് പാർസൺ പറയുന്നത്. ക്ലിയർ ആണോ? ഇത് പാർസൺ വെറുതെ പറഞ്ഞതല്ല. പാർസൺ റിയലി ബിലീവ് ദാറ്റ് ഒരു ഫാമിലിയിൽ എന്ത് ചെയ്യണം, ഇതേപോലുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ എന്ത് വേണം എക്സ്പ്രസീവ് റോൾ പ്ലേഡ് ബൈ ദ ഫീമെയിൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ റോൾ ടു ബി പ്ലേഡ് ബൈ ദ മെയിൽ. അതാകുമ്പോൾ ഫാമിലി കൂളായിട്ട് പോകുന്നതാണ് പാർസന്റെ വ്യൂ. ഓക്കെ, നിങ്ങൾക്കിത് എതിർക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് എഴുതുന്നതിനെ കൊണ്ട് നമ്മൾ അങ്ങനെ ആയി പോകുന്നൊന്നും ചിന്തിക്കണ്ട. പാർസൺ പറഞ്ഞതല്ലേ എഴുതുന്നത്, അല്ലാതെ അക്കോർഡിംഗ് ടു മൈ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നില്ലല്ലോ. അക്കോർഡിംഗ് ടു പാർസൺസ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ്. ഓക്കെ, വാസ് പാർസൺ മാരീഡ്? എനിക്കറിയാം, പാർസൺ മാരീഡ് ആണ് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, പക്ഷെ ഇതൊക്കെ എഴുതിയിട്ട് എങ്ങനെ വീട്ടിൽ പോകുന്നല്ലേ? ഓക്കെ, പുള്ളി ആ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ആസ്പെക്റ്റിലായിട്ട് പറഞ്ഞതാണ്. പുള്ളിക്ക് തെറ്റുപറ്റിയതാ. ഓക്കെ ഓക്കെ, എനിവേ എന്ത് പറ്റി? ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. സോ ഇപ്പം ഇവിടെ പാർസൺ പറയുന്നത് എന്താണ്? വിത്തിൻ ദ ഫാമിലി ദർ ഇസ് സ്പെഷ്യലൈസേഷൻ ഓഫ് റോൾ. ഓക്കെ, അപ്പൊ ആ സ്പെഷ്യലൈസേഷൻ ഓഫ് റോൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഇത്രേ ഉള്ളൂ. ഇപ്പം മിർഡോക്ക്, മക്കൈവർ ആൻഡ് പാർസൺസ്, ഇവർ മൂന്നും ആളെയാണ് നമ്മൾ ഇത്രയും സമയം ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ പാർട്ടായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. When we commoditize these functions of family and outsource it to new specialized institution, isn't it just another consequence of capitalism? Okay, ഇത് ഞാൻ പറഞ്ഞ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിന്റെ ആസ്പെക്ട് ആണ്. ദിസ് പെർസ്പെക്റ്റീവ് ഇസ് ക്ലോസ് ടു ദാറ്റ് ഓഫ് ദ മാർക്സിയൻ ഐഡിയ. ഇപ്പൊ നമ്മൾ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഇതല്ലെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രീതിയിൽ ക്യാപിറ്റലിസം എങ്ങനെ ഫാമിലി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ നിലനിർത്തുന്നു, ഹൗ ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാപിറ്റലിസം എന്നുള്ളത് പറയും. ഓക്കെ, അവിടെ എത്തുമ്പോൾ നമ്മൾ മൊത്തം കുത്തകകൾ, ഓക്കെ, പ്രതിക്രിയവാദികളും അങ്ങനത്തെ കുറെ സാധനങ്ങളിലേക്കൊക്കെ പോകും. ഓക്കെ, എനിവേ ഇവിടെ നമുക്ക് ഫങ്ഷണലിസം ഫോക്കസ് ചെയ്യാം. ഇത്രയും സമയം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫങ്ഷണലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതാണ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു, ഓർഡർ കൊണ്ടുവരുന്നു എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. ആ ഒരു ഫങ്ഷൻസ് ഓഫ് ഫാമിലിനെ പല ഡിഫറെന്റ് വ്യൂ പോയിന്റ്സിൽ കണ്ടു അല്ലെ. മക്കൈവർ പറഞ്ഞു എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഉണ്ട്. ജി.പി. മിർഡോക്ക് പറഞ്ഞു ദർ ആർ ബേസിക് ഫങ്ഷൻസ് പെർഫോം ബൈ ഫാമിലി ലൈക്ക് സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ ഈ ഫങ്ഷണലിസത്തിന്റെ ഇടയിൽ തന്നെ ഒരു പരിധി വരെ ഡിസ്ഫങ്ഷൻസ് ഓഫ് ഫാമിലിനെ കുറിച്ച് പറഞ്ഞ രണ്ട് തിങ്കേഴ്സ് ആണ് വോഗൽ ആൻഡ് ബെൽ. നിങ്ങൾ ഫുൾ നെയിം എഴുതണം എന്ന് നിർബന്ധമില്ല. യു ക്യാൻ കോട്ട് ദം ആസ് വോഗൽ ആൻഡ് ബെൽ. ഓക്കെ, വോഗൽ ആൻഡ് ബെൽ. നൗ ഇവരുടെ സ്റ്റഡിയുടെ നെയിം തന്നെ ഇമോഷണലി ഡിസ്റ്റർബ് ചൈൽഡ് ആസ് ഫാമിലി സ്കേപ്പ് ഗോട്ട് എന്നാണ്. ഓക്കെ, ഈ സ്കേപ്പ് ഗോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ബലിയാട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികളെ ബലിയാടാക്കുന്ന ഒരു സംഭവമാണ് ഫാമിലി. See, even though they are functionalists, okay, Vogel and Bell, they wanted to also discuss the dysfunctions of family within the functionalist perspective. അതെങ്ങനെയാണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ, they say that ഫാമിലിയിൽ ഒരു ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എല്ലാ ചിൽഡ്രനും അല്ല, പക്ഷെ certain ചിൽഡ്രന് ഫാമിലി ഈസ് ഡിസ്ഫങ്ഷണൽ. എന്തുകൊണ്ടാ? ഓക്കെ, അവർ പറയുന്നത് ഒരു ഇമോഷണൽ ആസ്പെക്ട് ആണ്. they say പേരൻസിന്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പേരൻസ് എവിടെയാണ് തീർക്കുന്നത്? കുട്ടികളിലാണ് അല്ലെ. ഇപ്പം ഹസ്ബൻഡ് വൈഫ് തമ്മിൽ അടിയുണ്ടെങ്കിൽ ആ അടിയുടെ ഒരു ഔട്ട്വേർഡ് ഇതെന്ത് ചെയ്യും? ചിൽഡ്രനിലേക്ക് എഫക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? ചിൽഡ്രന്റെ മുകളിൽ അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാം അല്ലെ, ഫ്രസ്ട്രേറ്റഡ് ആവാം. അങ്ങനെ അവരുടെ ആങ്കറിനെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ചിൽഡ്രന്റെ മുകളിൽ തീർത്തു വരാം. സെക്കൻഡ് തിങ്, വെൻ ഇറ്റ് കംസ് ടു ഹസ്ബൻഡ് ഓർ ദ പേഴ്സൺ ഇൻ ദ ഫാമിലി ഹു ഇസ് പ്ലേയിങ് ദ ഇൻസ്ട്രുമെന്റൽ റോൾ, ആ ബ്രെഡ് വിന്നറിന്റെ റോള് പ്ലേ ചെയ്യുന്നവര്, they are also under severe stress and strain. അവരും അവരുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആരുടെ മുകളിലാണ് തീർക്കുന്നത്? ലാർജ്ലി കുട്ടികളുടെ മുകളിലാണ് തീർക്കുന്നത് അല്ലെ.
ഇപ്പൊ വളരെ ടെൻഷനിൽ നമ്മൾ പല മൂവീസിലൊക്കെ ഈ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ടെൻഷനിൽ വരുന്ന ഫാദർ, അപ്പം ചൈൽഡ് എന്തെങ്കിലും പറഞ്ഞു ഓടി വരുന്നു, ഫാദർ ദേഷ്യപ്പെടുന്നു, ചൈൽഡ് കരയുന്നു അല്ലെ? അങ്ങനെയുള്ള കുറെ സീൻസ് എപ്പോഴും ക്ലീഷ ആയിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് ഒരു റിയാലിറ്റിയിൽ നോക്കുവാണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ട്രൂ ആസ് വെൽ, റൈറ്റ്? അപ്പം stress of the breadwinner as well as the stress between husband and wife both are being actually എന്താണ് ട്രാൻസ്ഫേർഡ് ടു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്വേർഡ് പ്രൊജക്ഷൻ എവിടെയാണ് വരുന്നത്? ചിൽഡ്രനിലേക്കാണ് അല്ലെ? ചിൽഡ്രൻ ആണ് അൾട്ടിമേറ്റ്ലി ബലിയാടുകളാവുന്നത്, റൈറ്റ്? ഇപ്പൊ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നത്തിൽ ചിൽഡ്രന് റോൾ ഉണ്ടോ? ഇല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആരുടെ മേത്താണ് ഈ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്? ചിൽഡ്രൻ. ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ വർക്ക് റിലേറ്റഡ് പ്രഷർ, അതിന്റെ ഇത് തീർക്കുന്നത് ആരുടെ മേത്താണ്? ചിൽഡ്രൻ. So they say that it is dysfunctional for child, right? ഇങ്ങനെയുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ പല ചിൽഡ്രനും ഉണ്ട് ബിക്കോസ് ഓഫ് പേരന്റിങ് ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം. അപ്പൊ അത് സ്കേപ്പ് ഗോട്ട് ആവുകയല്ലേ? പക്ഷേ they say that എന്നാലും ഇത് ഫങ്ഷണൽ ആണ്. വളരെ മോശമല്ലേ? ഓക്കെ, ഒരു ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ പറയാണ് എന്നാലും ഇതെന്താണ്? ഫങ്ഷണൽ ആണ്. എന്തുകൊണ്ടാ ഫങ്ഷണൽ? കാരണം they say ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ സ്ട്രെസ് ചിൽഡ്രന്റെ മുകളിൽ തീർക്കുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ കുറച്ചും കൂടി സ്റ്റേബിൾ ആവും. ഓക്കെ, അതേപോലെ ഈ പറയുന്ന പേരൻസിന്റെ ഔട്ട്വേർഡ് ആയിട്ടുള്ള മൊത്തം ഓവറോൾ സൊസൈറ്റിയിലുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ചിൽഡ്രനിൽ തീർക്കുമ്പോൾ അവരൊന്നും കൂടി കാമാവുന്നു. അതുകൊണ്ട് സൊസൈറ്റിയിലേക്ക് ഔട്ട്വേർഡ് ആയിട്ട് ഇതിന്റെ എന്തെങ്കിലും പ്രൊജക്ഷൻ ഉണ്ടാവോ? ഇല്ല. അത് വീട്ടിനകത്ത് ചിൽഡ്രന്റെ ഇടയിൽ തീരുന്നു. അതുകൊണ്ട് സൊസൈറ്റി ഹാപ്പിയാണ്, സൊസൈറ്റി സ്റ്റേബിൾ ആണ്. ഇവിടെ ബലിയാടാവുന്നത് ആരാണ്? അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവരുടെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, they say the damage that it causes to children is much lower than the damage it might cause to the society if it is not actually controlled at the level of child. ആ ചൈൽഡ് ഒരു സേഫ്റ്റി വാൾവ് ആയിട്ട് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന സൊസൈറ്റിക്കുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പം ചിൽഡ്രൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾക്ക് മെല്ലെ നൈസായിട്ട് എന്ത് ചെയ്യാം? കണ്ടില്ല എന്ന് വെക്കാം എന്നുള്ളതാണ് ഇവരുടെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണോ? എന്ത് പറ്റി? അവർ പറഞ്ഞ തീരെ ഇഷ്ടമായില്ലേ? ഓക്കെ, ഇറ്റ് വിൽ ബി ബാഡ് ഫോർ ദ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. സി, അത് അവര് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതായത് ചിൽഡ്രനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമാണ്. ചിൽഡ്രൻ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ? സർട്ടൻ റൈസിങ് കേസസ് ഓഫ് ഈ പറയുന്ന ആക്ച്വലി ഇവരുടെ ഈ ഒരു തിയറിനെ നമ്മൾക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. US സ്കൂൾ ഷൂട്ടിംഗ് അല്ലെ? അത് സൊസൈറ്റിയിൽ തന്നെയല്ലേ അൾട്ടിമേറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു ക്രിറ്റിസിസം ഓഫ് വോഗൽ ആൻഡ് ബെല്ലിന്റെ തിയറി ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ദേശേ ഹസ്ബൻഡ് വൈഫ് ആൻഡ് പേരൻസിന്റെ സംഭവങ്ങളൊക്കെ സ്റ്റേബിൾ ആണെങ്കിൽ സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. ആൻഡ് ദേ ബിലീവ് ചിൽഡ്രനുള്ള ഇമോഷണൽ പ്രോബ്ലം വലിയ പ്രശ്നമില്ല, അത് സൊസൈറ്റിയിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഈ സ്കൂൾ ഷൂട്ടിംഗ് ഇവന്റ്സ് ഒക്കെ വരുമ്പം ഇവരുടെ ഈ തിയറി തെറ്റാണ്. ഇവൻ ചിൽഡ്രൻ ലെവലിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ പോലും സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് അത് എഴുതാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ ഇത്? അപ്പൊ US സ്കൂൾ ഷൂട്ടിംഗ് ക്യാൻ ബി quoted as a criticism for their theory because they say ചിൽഡ്രനെ സ്കേപ്പ് ഗോട്ട് ആക്കുന്നു, നോ പ്രോബ്ലം ഫോർ സൊസൈറ്റി. പക്ഷെ അൾട്ടിമേറ്റ്ലി ചിൽഡ്രൻ സ്കേപ്പ് ഗോട്ട് ആവുമ്പോൾ അവിടെ സൊസൈറ്റിയിൽ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, increasing the child may struggle with emotional instability which later on affect the society. Yes, correct. അത് പറയാം. റൈറ്റ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. പ്ലീസ് റീടെൽ ദ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി. ആ ഒരു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇട്ടിട്ട് ആ ഒരു പോർഷൻ ഒന്ന് എല്ലാവരും ഒന്ന് വായിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക. എല്ലാവർക്കും നോട്ട് കിട്ടിയിട്ടില്ലേ? PDF ആയിട്ടും എല്ലാം ഓക്കെ? PDF ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, നമ്പർ പറഞ്ഞോളൂ. ഉണ്ടോ? ആ, അല്ലല്ല.
നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായതാ. ഓക്കെ, അത് ഇത് ഓരോ പെർസ്പെക്ടീവ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസിസംസ് വരും. ഇപ്പം ഇപ്പൊ പാർസൺസിന്റെ വ്യൂ പോയിന്റ്, ഓക്കെ, ദാറ്റ് ദർ ഇസ് എ സ്ട്രിക്ട് ഡിവിഷൻ ബിറ്റ്വീൻ റോൾസ് പ്ലേഡ് ബൈ വിമൻ ആൻഡ് മെൻ. ഇത് ആർ ആക്ച്വലി ഇതിനെ ഒത്തിരി ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ജസ്റ്റ് ആ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്. ഫെമിനിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്, പാർസൺ ബിലീവ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഈസ് ഓൺലി ബയോളജിക്കൽ. ഓക്കെ, ഹി ഡു നോട്ട് ബിലീവ് ദാറ്റ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനിലല്ല മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. അപ്പം നമ്മൾ ഏത് സൊസൈറ്റിനെ വെച്ചിട്ടാണ് നോക്കുന്നത്? നമ്മളിപ്പോ 2023 ഉള്ളത് അല്ലേ? ഓ അപ്പൊ പക്ഷെ ഈ പുള്ളി ഇതൊക്കെ പറയുന്നത് എപ്പോഴാണ്? 1960s 70s 80s ആ സമയത്താണ്. അപ്പൊ അന്നത്തെ സൊസൈറ്റിന്റെ പുള്ളിയുടെ, പക്ഷെ അൾട്ടിമേറ്റ്ലി പുള്ളി ഈ കാര്യങ്ങൾ മാത്രമല്ല പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ടു സോഷ്യോളജി. പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ടു സോഷ്യോളജി എന്ന് പറഞ്ഞാൽ പുള്ളി ഡെവലപ്പ് ചെയ്ത സർട്ടൻ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, സിസ്റ്റംസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. അപ്പൊ അതൊക്കെ പുള്ളിയുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ മാർക്സിന്റെ കേസ് എടുക്കുക. മാർക്സ് എന്താണ്? മാർക്സ് കുറെ കാലം വെറുതെ ഇരിക്കുക, എഴുതുക, ലൈബ്രറി പോവുക, ബുക്ക് എടുക്കുക, വായിക്കുക, എഴുതുക. മാർക്സ് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാർക്സ് അല്ലാതെ പിന്നെ ഈ ഐഡിയാസ് അക്കാഡമിക് സർക്കിളിൽ എത്രത്തോളം എന്താവുന്നു, ഫേമസ് ആവുന്നു, എത്ര പോപ്പുലർ ആവുന്നു, എത്ര ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടൊക്കെയാണ് ഈ തിങ്കേഴ്സ് ഭയങ്കര പോപ്പുലാരിറ്റിയിൽ വരിക. ഇപ്പൊ താൽക്കോട്ട് പാഴ്സൺസിന്റെ തിയറി എന്ന് പറയുന്നത് സോഷ്യോളജിനെ ഒരു ലാർജർ സബ്ജക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി പുള്ളിയുടെ ശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു ഇന്റലക്ച്വൽ ഇതിനകത്ത്, പക്ഷെ പിന്നീട് വന്ന തിങ്കേഴ്സ് ഒക്കെ പുള്ളിനെ ഒത്തിരി മോശം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ തിയറി ഒന്നും ഒരു രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ. നമ്മൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നാളെ വേണമെങ്കിൽ നമുക്കും എന്തെങ്കിലും ഒരു തിയറി ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, പക്ഷെ കേൾക്കുമ്പോ ലോജിക്ക് എന്തെങ്കിലും ബോധമൊക്കെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ.
വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കും ഈ പോർഷനിൽ? ഇല്ല, ക്ലിയർ ആണ്. ഓൺലൈൻ ഓക്കെ. അങ്ങനെ നെക്സ്റ്റ് വിൽ ഡിസ്കസ് ദ ക്രിട്ടിക്കൽ വ്യൂസ് ഓഫ് ഫാമിലി. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മൊത്തം ക്രിട്ടിക്കൽ ആയിട്ട് മാത്രമാണ് നമ്മൾ ഫാമിലിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മോശമായിട്ടുള്ള എന്താണ് ഫാമിലിയുടെ കാര്യങ്ങൾ, ഡിസ്ഫങ്ഷൻസ് ഓഫ് ഫാമിലി, ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഹിയർ. നൗ ഈ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്ടിനകത്ത് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് എഡ്മണ്ട് ലീച്ച് ആൻഡ് ഹിസ് ഐഡിയ റിഗാർഡിംഗ് ദ ഫാമിലി. ഓക്കെ, ഇതൊരു പെർസ്പെക്റ്റീവ് ആയിട്ടല്ല. ഈ ക്രിട്ടിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഫാമിലിനെ കുറിച്ച് നെഗറ്റീവായി പറഞ്ഞ എല്ലാത്തിനെയും നമ്മൾ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി എന്നുള്ള രീതിയിലാണ് പറയാം. ഓക്കെ, അതിനകത്ത് തന്നെ പല ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉണ്ടോ വിച്ച് ആർ ആക്ച്വലി ക്രിട്ടിക്കൽ ഓഫ് ഫാമിലി. ഇത് നമ്മൾ ജനറിക് ആയിട്ടാണ് പറയുന്നത്. ക്രിട്ടിക്കൽ വ്യൂസ് ആരാണ്, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടൻ തിങ്കേഴ്സ്. ഓക്കെ, എഡ്മണ്ട് ലീച്ച് എന്ന് പറയുന്ന തിങ്കർ ഉണ്ട്. ഹി മെൻഷൻഡ് അബൌട്ട് in his work that is Runaway World, he say that മോസ്റ്റ്ലി നമ്മളുടെ ഈ ഒരു ഫാമിലീസ് എന്ന് പറയുന്നത് ഇസ് കൈൻഡ് ഓഫ് എ ഓവർ ബേർഡൻഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ വിളിക്കുന്നത്? ബിക്കോസ് ഇൻ മോഡേൺ സൊസൈറ്റി യു ക്യാൻ സേ ദാറ്റ് ന്യൂക്ലിയർ ഫാമിലീസ് ആർ ദ നോം. ഓക്കെ, ഈ ന്യൂക്ലിയർ ഫാമിലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്താണ്? ദേ ആർ ലാർജ്ലി കട്ട് ഔട്ട് ഫ്രം their other relatives. അല്ലേ? ഇപ്പം എക്കണോമിക് ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിൽ ആ ന്യൂക്ലിയർ ഫാമിലിന്റെ ഉള്ളിൽ തന്നെ they have to raise the resources. പണ്ട് ജോയിന്റ് ഫാമിലി ആകുമ്പോഴത്തേക്ക് എന്താണ്, ഒരു എക്കണോമിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്സും ഒരു സഹായങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു പോയിന്റിൽ ന്യൂക്ലിയർ ഫാമിലി വരുമ്പോൾ they have to find resources for themselves. അല്ലെ? ഇതിനകത്ത് ന്യൂക്ലിയർ ഫാമിലിയിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിൽ ബി ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇപ്പൊ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം വൈഫിനെ സംബന്ധിച്ചിടത്തോളം they have different avenues for getting that particular kind of strain. ഇപ്പൊ ഈ ഒരു ആംഗിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഓവർ ബേർഡൻഡ് ആണ്. They have to look after the children, അല്ലെ? They have to find resources for themselves. They have to, എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യണം, കുറെ അധികം ഫങ്ഷൻസ്, റൈറ്റ്? ഇതെന്താ ചെയ്യുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റില് ന്യൂക്ലിയർ ഫാമിലിക്ക് പല കാര്യങ്ങളും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം, അല്ലെ? ഒത്തിരി ബേർഡൻ വരുന്നു, റൈറ്റ്? ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓവർ ബേർഡൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിട്ട് ഫാമിലി മാറുകയാണ്. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, റൈറ്റ്? ബിക്കോസ് അത്രയും ബേർഡനിലാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ കാണാറില്ലേ, ഇപ്പൊ ചില കേസസിൽ ഫാമിലീസ് ഇതേപോലെ കുറെ പ്രശ്നങ്ങളിലേക്ക് കൂടി മുന്നോട്ടേക്ക് പോയും ആൻഡ് ആസ് എ റിസൾട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക്, അല്ലെ, ആ ഫാമിലി ബ്രേക്ക് ഡൗൺ ചെയ്യാം, ഡിവോഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഇങ്ങനെയുള്ള ലോട്ട്സ് ഓഫ് തിങ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ സിമിലർ രീതിയിലാണ് എഡ്മണ്ട് ലീച്ച് പറയുന്നത് ഇന്നത്തെ ഫാമിലീസ് ആർ ആക്ച്വലി ഓവർ ബേർഡൻഡ്, എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലീസ്. ബിക്കോസ് അവരുടെ മുകളിൽ തന്നെയാണ് എല്ലാത്തിന്റെയും പ്രഷർ. റിസോഴ്സസ് ആയിക്കോട്ടെ, അവരുടെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, സ്ട്രെയിൻ ആയിക്കോട്ടെ, ദേ ഹാവ് ടു ആക്ച്വലി ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഓൾ ദിസ്, റൈറ്റ്? വിച്ച് സംടൈംസ് വിൽ ലീഡ് ടു അക്യുമുലേഷൻ ഓഫ് പ്രഷർ ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു സിറ്റുവേഷൻ വേർ ദ ഫാമിലി ക്യാൻ ബ്രേക്ക് ഡൗൺ. അങ്ങനെ ഫാമിലി ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് സംഭവിക്കും? സൊസൈറ്റിനെ അത് ബാധിക്കും, അല്ലെ? അപ്പം ഇൻക്രീസിങ് ഡിവോഴ്സ് റേറ്റ്സിന് എഡ്മണ്ട് ലീച്ച് എന്തായിട്ടാണ് പറയുന്നത്, ക്യാൻ ബി കൺസിഡേർഡ് ആസ് റിസൾട്ട് ഓഫ് ഈ ഒരു പെർട്ടിക്കുലർ ഓവർ ബേർഡൻഡ് ഫാമിലീസ്. ക്ലിയർ ആണോ? getting the point? So Edmund Leachന്റെ വ്യൂ എന്താണ്? According to Edmund Leach is of the view that modern nuclear families it acts like a overloaded electric circuit. കാരണം families are overburdened because they will have to take care of everything that surrounds them, അല്ലെ, on their own. They do not get support from the wider network. Clear അല്ലേ? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യും, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് might lead to a breakdown of family. അങ്ങനെ ഫാമിലി ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഹാവ്, അല്ലെ, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ സൊസൈറ്റി, അല്ലെ? ഇൻക്രീസിംഗ് ഡിവോഴ്സ് റേറ്റ്സ് ക്യാൻ ബി മെൻഷൻഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ഈ ഒരു എഡ്മണ്ട് ലീച്ചിന്റെ കാര്യം, റൈറ്റ്? ക്ലിയർ ആണോ? So according to Edmund Leach, he say that
Today, the domestic household is isolated. The family looks inward upon itself. There is an intensification of emotional stress between husband and wife and parents and children. The stress is greater than most of us can bear. അല്ലേ? കാരണം എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ പേരൻസും ചിൽഡ്രനും എല്ലാം തമ്മിൽ. Thrown back almostly entirely on its own resources, the nuclear family becomes like an overloaded electric circuit. The problems are not confined to the family. The tension and hostility produced within the family can find expression throughout the society. അല്ലെ, ഇത് നേർക്ക് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒരു ഔട്ട്വേർഡ് ആയിട്ട് എന്ത് ചെയ്യാം, കാണിക്കപ്പെടാം സൊസൈറ്റിയിൽ. അപ്പൊ അത് സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിനെ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്ട് ചെയ്യാം. So Leach argue that the isolation and the close-knit nature of the contemporary family life incubates hate, which finds expression in the conflict in wider society. Right? അപ്പോൾ ഈ ഫാമിലിയുടെ അകത്ത് നടക്കുന്ന പല ഇഷ്യൂസ് ആണ് പുറമെ എന്തായിട്ട് മാറുന്നത്, കുറെ ഹെയ്റ്റിന്റെ കാര്യങ്ങളും അല്ലെ, ആൾക്കാർ ഫ്രസ്ട്രേഷനും അങ്ങനത്തെ കുറെ അധികം ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പല രീതിയിലേക്ക് മാറിപ്പോകുന്നത്. സോ ഇതൊരു വളരെ പെസിമിസ്റ്റിക് വ്യൂ ഓഫ് ഫാമിലിയാണ് അല്ലെ. ന്യൂക്ലിയർ ഫാമിലി അത്ര നല്ലതല്ല അല്ലെ, ന്യൂക്ലിയർ ഫാമിലിനെ കൊണ്ട് പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? മെയിൻലി പുള്ളി ക്രിട്ടിസൈസ് ചെയ്തത് ഫാമിലി ആസ് എ ഹോളിനല്ല, ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് ശേഷം വന്ന ന്യൂക്ലിയർ ഫാമിലീസിനെയാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം മോഡേൺ ഫാമിലീസിനെ കുറിച്ചിട്ടുള്ള പെസിമിസ്റ്റിക് വ്യൂ ആണ് എഡ്മണ്ട് ലീച്ചിനുള്ളത്. ക്ലിയർ? ഇനി അടുത്ത ആളാണ് RD ലാങ്. ഓക്കെ, ഈ പേരുകളൊക്കെ ഓർത്തു വെക്കണമെന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. നിങ്ങൾ പേരുകൾ ഓർത്തു വെക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യണ്ട. അതിന് പകരം ഈ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, ഇത് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. അപ്പൊ ഇതിനകത്തുള്ള കുറച്ച് പേരുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മയിൽ വരും. ഓക്കെ, ഇനി പേരുകൾ ഓർമ്മയിൽ വന്നില്ലെങ്കിലും ഇവരുടെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് ഓവർലോഡഡ് ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ വോഗൽ ആൻഡ് ബെല്ല് പറഞ്ഞിരിക്കുന്ന കാര്യം, സ്കേപ്പ് ഗോട്ട്, ഇമോഷണൽ സ്കേപ്പ് ഗോട്ടായി ചൈൽഡ് മാറുന്നു, ആ കോൺസെപ്റ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തിങ്കേഴ്സിന്റെ പേര് രജിസ്റ്റർ ആവേണ്ടതാണ്. ഇൻ കേസ് ആയില്ലെങ്കിലും ആ കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് എങ്കിലും എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക. അത് ആൻസേഴ്സിൽ കൂടുതൽ കൊണ്ടുവരിക. മനസ്സിലായോ? ക്ലിയർ ആണോ? തിങ്കറിന്റെ പേരില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഐഡിയ ഓർമ്മ ഉണ്ടെങ്കിലും അത് എഴുതാതിരിക്കരുത്, അത് എഴുതുക. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി മാർക്കിൽ നമ്മളിപ്പോ ഈ പറയുന്ന ക്രിട്ടിക്കൽ വ്യൂസ് എഴുതുമ്പോൾ RD ലാങ്, അതേപോലെ എഡ്മണ്ട് ലീച്ചോ അങ്ങനെയുള്ള എല്ലാവരുടെയും അക്കോർഡിംഗ് ടു ഹിം എന്നല്ല. അതായത് വാട്ട് യു ക്യാൻ ആക്ച്വലി ഡു എസ്, ഇപ്പൊ ഫാമിലിയുടെ കേസിനകത്ത് ഇപ്പം ക്രിട്ടിക്കൽ തിങ്കേഴ്സ് മെൻഷൻ ദാറ്റ് ഫാമിലി ക്യാൻ ബിക്കം ആൻ ഓവർലോഡഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കർ ആണ് ഇങ്ങനെ, ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു ലാർജർ ലെവൽ നമ്മൾ എഴുതുകയാണ്. മനസ്സിലായോ? അവിടെ ഡെഫിനറ്റ്ലി ആ പേര് വെച്ച് എഴുതുന്നവർക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് ഫാമിലി ക്യാൻ ബിക്കം എൻ ഓവർലോഡഡ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് എഴുതിയാലും നിങ്ങൾ ആ കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഫോർ ദാറ്റ് യു വിൽ ഗെറ്റ് മാർക്സ്. ചില ആൾക്കാർ എഴുതി അക്കോർഡിംഗ് ടു എ തിങ്കർ, അങ്ങനെ എഴുതരുത്. അപ്പൊ അത് ഭയങ്കര സ്ട്രെച്ച് ആയിപ്പോയി. അക്കോർഡിംഗ് ടു എ തിങ്കർ ഇത് ഒരു ഇലക്ട്രിക്, അതിന് പകരം ക്രിട്ടിക്കൽ തിങ്കേഴ്സ് സേ ദാറ്റ് ഇതിങ്ങനെയാണ്, ഫങ്ഷണലിസ്റ്റ് തിങ്കേഴ്സ് സേ ദാറ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, wherever possible try to bring the name itself. അത് വലിയ പണിയുള്ള കാര്യമല്ല. ഇഫ് യു റീഡ് ലൈക്ക് 2 to 3 ടൈംസ് ഡെഫിനറ്റ്ലി ഇത് രജിസ്റ്റർ ആവും പേരുകൾ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ നെയിംസ് എങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ആവും. അത് തന്നെ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. നൗ RD ലാങ് ഈസ് ഓഫ് ദ വ്യൂ, നമ്മൾ അന്ന് നമ്മളുടെ ഓറിയന്റേഷനിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് പുള്ളിയുടെ ഒരു വ്യൂ. പുള്ളി പറയുന്നത് എന്താണ്, ഫാമിലി എന്ത് ചെയ്യുന്നു, ഒരു പരിധി വരെ ഇൻഡിവിജ്വലിസം അടിച്ചമർത്തുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഫാമിലി ഇൻഡിവിജ്വലിസം അടിച്ചമർത്തുന്നത്? ത്രൂ ദ പ്രോസസ് ഓഫ് ഇന്റീരിയറൈസേഷൻ ഓഫ് ഫാമിലി. എന്താണ് ഈ ഇന്റീരിയറൈസേഷൻ ഓഫ് ഫാമിലി, എങ്ങനെയാണ് ഇൻഡിവിജ്വലിസം അടിച്ച് ഇതാക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. See, according to RD ലാങ്, he say that when it comes to family, families എന്താ ചെയ്യുന്നത്, there are certain values for the family which is being actually എന്ത് ചെയ്യുന്നു, thrown to the members of that family. അല്ലെ?
ആൻഡ് ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും ആർ സപ്പോസ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ഫാമിലി. ഇങ്ങനെ വരുമ്പം ലിറ്ററലി എന്താ സംഭവിക്കുന്നത്? വാട്ട് ആർ ഫാമിലി തിങ്സ്, അല്ലെ, വാട്ട് ആർ ഫാമിലി ബിലീവ്, ദേ ആർ ട്രൈങ് ടു ഇമ്പോസ് ഇറ്റ് ഓൺ അസ്. ആൻഡ് വി ആർ ഇൻ ദാറ്റ് പ്രോസസ് ഇസ് ഇന്റീരിയറൈസിങ് അവർ ഫാമിലി, അല്ലെ. നമ്മളെ ഫാമിലി എന്താണോ അത് തന്നെയാണ് നമ്മളുമായി മാറുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഫാമിലി ചെയ്യുന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും, ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും, അല്ലെ, എന്താ, നിങ്ങള് നിങ്ങളുടെ സാധനങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത്. ഓക്കെ, മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ സ്റ്റിൽ ദർ ആർ ഫാമിലീസ് ആർ കൺസേൺഡ്, അല്ലെ. ദേ സേ ഓക്കെ, നിങ്ങളുടെ സാധനം യു ഹാവ് ടു കീപ് ഇറ്റ് വിത്ത് യുവർ സെൽഫ്, യു ഷുഡന്റ് ഷെയർ ഇറ്റ് ടു ഓർ ഷെയർ ഇറ്റ് വിത്ത് എനിവൺ എൽസ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ ഫാമിലി അങ്ങനെ പറയുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഔട്ട്വേർഡ് ആസ്പെക്ട് എന്തായിരിക്കും? നിങ്ങൾ ആ ഒരു സാധനങ്ങൾ ഷെയർ ചെയ്യാനോ അങ്ങനെയൊന്നും താല്പര്യപ്പെടാത്ത ഒരാളായിരിക്കും, അല്ലെ. സോ ഫാമിലി കീപ്സ് ഓൺ സേയിങ് ദാറ്റ് യു ഷുഡന്റ് ഷെയർ, ആൻഡ് ദാറ്റ് വിൽ ബി ദ റിസൾട്ട് ഇൻ യുവർ ക്യാരക്ടർ ആസ് വെൽ. സിമിലർ വേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി പറയാണ് യു ഷുഡന്റ് ഡു ദാറ്റ്, അല്ലെ. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളത് ഓട്ടോമാറ്റിക്കലി അത് ഫോളോ ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ബിഹേവ്, ഓർ ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ബിഹേവ് ടുവേർഡ്സ് അതേഴ്സ്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ ഫാമിലി നമ്മളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പകർന്നു തരികയാണ്. ആൻഡ് ആ സംഭവങ്ങൾ നമ്മൾ ഇന്റീരിയറൈസ് ചെയ്യും, നമ്മളുടെ ഒരു സെൽഫിന്റെ ഭാഗമാക്കി മാറ്റുകയും, ആൻഡ് വി സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് ദാറ്റ്, അല്ലെ. ഇതാണ് ഈ ഒരു പ്രോസസ് ഓഫ് ഇന്റീരിയറൈസേഷൻ എന്ന് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് ഇവിടെ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ അവരുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ പറ്റില്ല, റൈറ്റ്. നമ്മൾ ഫാമിലി പറയുന്നതും അവരുടെ വാല്യൂസിനും ബേസ് ചെയ്ത് മാത്രം മുന്നോട്ടേക്ക് പോവാണ്. അപ്പൊ ഒരേപോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഫാമിലി ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ആർ ഡി ലാങ്ങിനുള്ള മേജർ പ്രോബ്ലം വിത്ത് ഫാമിലി. ഹി സേ ദാറ്റ് ദർ ഇസ് ദിസ് പ്രോസസ് ഓഫ് ഇന്റീരിയറൈസേഷൻ ത്രൂ വിച്ച് ഫാമിലി ഇസ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, അല്ലെ, റെസ്ട്രിക്ട്സ് ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. Now, according to him, the individual carries the blueprint of his or her family with him or her for the rest of their life. Okay, നമ്മളെ ഫാമിലി നമുക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മളുടെ ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതും ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ്. This prevents any real autonomy or freedom of self. It prevents the development of individual in his own right. Within the family, the child learns to obey their parents. Now, ഇതിനെക്കുറിച്ച് ലാങ് പറയുന്ന ഒരു കാര്യം, the pattern of obedience. അക്കോർഡിംഗ് ടു ലാങ്, നമ്മൾ ഈ ചെറുപ്പത്തിൽ ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അല്ലെ. ഇപ്പൊ ഫാമിലിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പേരൻസ് നമ്മുടെ അടുത്ത് പറയും അത് ചെയ്യരുത്, അല്ലെ. അത് നമ്മൾ ചെയ്താൽ എന്താ സംഭവിക്കുക? പണിഷ്മെന്റ് കിട്ടും. നമ്മൾ സർട്ടൺ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, ചിൽഡ്രൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലപ്പോഴും പേരൻസ് എന്ത് ചെയ്യും, അതിനടിച്ചമർത്തു, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല, റൈറ്റ്. ഇന്ത്യയിൽ ഇൻ ജനറൽ പറയുന്നതാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്താണെങ്കിലും നമ്മുടെ ഫാമിലി സിസ്റ്റത്തിനകത്താണെങ്കിലും യു ക്യാൻ സീ ദ സെയിം തിങ്, അല്ലെ. ക്വസ്റ്റ്യൻസ് ആർ യൂഷ്വലി നോട്ട് പ്രൊമോട്ടഡ്. അതിന്റെ റീസൺ എന്താ, അതിന്റെ റിസൾട്ട് എന്താണ്? ഇന്ത്യയിലെ കോംപ്ലസൻസി എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഒന്നിന്റെ അടുത്തും അതെന്തുകൊണ്ട് അങ്ങനെ, അല്ലെ, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ എന്ത് നന്നായിട്ടുണ്ട്? കറപ്ഷൻ നന്നായിട്ടുണ്ട്. ബിക്കോസ് നമ്മളുടെ എൻറ്റയർ സോഷ്യലൈസേഷനിൽ നമ്മൾ എന്താണ്, ഈ ഒരു ഒബീഡിയൻസും ചോദ്യങ്ങൾ ചോദിക്കാതിരുന്ന് പഠിച്ച് ആ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ നമ്മളുടെ സോഷ്യൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യും, ഷോക്കേസ് ചെയ്യും. അപ്പൊ ദാറ്റ് ഹി റെഫർ ടു ആസ് ദാറ്റ് പാറ്റേൺസ് ഓഫ് ഒബീഡിയൻസ് എന്ത് ചെയ്യുന്നു, ലേറ്റർ ഓൺ ലൈഫില് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്, ഇക്കണോമിക് സിസ്റ്റത്തിന് ഒരു ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒബീഡിയന്റ് ആയി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. പോയിന്റ് മനസ്സിലായോ? അപ്പൊ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ കിട്ടുന്ന സർട്ടൻ കാര്യങ്ങൾ, അല്ലെ, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന സർട്ടൻ തോട്ട് പ്രോസസ്സസ്, റൈറ്റ്, അത് നമ്മളുടെ എന്തുണ്ടാവും, ഒരു ഔട്ട്വേർഡ് പ്രൊജക്ഷനിൽ കാണുകയും. സെക്കൻഡ് തിങ്, വീട്ടിൽ നിന്ന് നമ്മളെ കുറെ ശീലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിച്ച് ഇസ് ആക്ച്വലി നോട്ട് ഗുഡ്. ലൈക്ക് എന്താ, ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക, അല്ലെ, വളരെയധികം ഒബീഡിയന്റ് ആയിരിക്കാം. ഇത് നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിൽ എന്ത് ചെയ്യുന്നു, കുറച്ചു കഴിഞ്ഞാൽ പല അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളുടെ മുകളില് ഡോമിനൻസ് നടത്താൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് ഇവരുടെ ഒരു വ്യൂ പോയിന്റ്. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക.
When it comes to എഡ്മണ്ട് ലീച്ച് എന്താ പറഞ്ഞത്? എഡ്മണ്ട് ലീച്ചിന്റെ ഒരു വ്യൂ പോയിന്റ് എന്താ? ന്യൂക്ലിയർ ഫാമിലി ഓവർ ബേർഡൻഡ് ആണ് അല്ലെ, ഒരു ഓവർലോഡഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നാണ് വിളിച്ചത്. വെൻ ഇറ്റ് കംസ് ടു ആർ ഡി ലാങ് എന്താണ് പറയുന്നത്? പ്രോസസ് ഓഫ് ഇന്റീരിയറൈസേഷൻ അല്ലെ, ലോസ് ഓഫ് ഇൻഡിവിജ്വൽ സെൽഫ്, റൈറ്റ്. അതിനകത്ത് ഒരു പാറ്റേൺസ് ഓഫ് ഒബീഡിയൻസിനെ കുറിച്ചിട്ടും പറയുന്നു. ഇതൊക്കെ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലിയാണ്. നൗ നെക്സ്റ്റ് ഇസ് ഡേവിഡ് കൂപ്പർ. ഡേവിഡ് കൂപ്പർ കുറച്ചും കൂടി ഒരു മാർക്സിയൻ ലൈനിലുള്ള ഒരാളാണ്. ഓക്കെ, സോ according to David Cooper, is of the view that ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യം is ideological conditioning. So ഫാമിലിയില് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് നടത്തുന്നു. എന്താണ് ഈ ഫാമിലിയിൽ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്? നമ്മളെ കുറെ കാര്യങ്ങൾ ഫാമിലി ഇങ്ങനെ പറഞ്ഞു നമ്മളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഐഡിയാസിനെയൊക്കെ, റൈറ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഫാമിലി സമ്മതിക്കുമോ? ഇല്ല. നിങ്ങളൊരു പ്രൈം ഏർലി ഏജിൽ നിങ്ങൾ പോയിട്ട് പറയാണ്, ഞാനൊരു ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് എന്ത് പറയും? മോനെ അരുത്, അല്ലെങ്കിൽ മോളെ അരുത്, അതെന്താണ്? റിസ്ക് ആണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയ കടമൊക്കെ വരും. അവർ ഓൾറെഡി അവരുടെ മനസ്സിൽ ബിസിനസ് പൊട്ടി. ഓക്കെ, അപ്പൊ അവര് നേരെ പറയാൻ പോകുന്ന കാര്യം അതാ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ കടം എനിക്ക് വരില്ല എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ? നമ്മളൊരു ഐഡിയാസിനെ വളരെയധികം ഷേപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് നടക്കുന്നുണ്ട്. സെയിം ആസ് മെൻഷൻ ബൈ ആർ ഡി ലൈൻ, ഇതിനകത്ത് ഒബീഡിയൻസിന്റെ പാറ്റേൺ അല്ലെ, ഇതൊരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ആണ്. നമ്മളുടെ ഐഡിയാസിനെയും നമ്മളുടെ തോട്ട് പ്രോസസ്സിനെയും കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കരുത്, ഇങ്ങനെ ചെയ്യരുത് അല്ലെ, അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, റൈറ്റ്. ഇങ്ങനെ മാത്രമേ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് മാത്രമേ പോകാൻ പാടുള്ളൂ. ഒത്തിരി കാര്യങ്ങളില്ലേ. ഇപ്പം ഫാമിലി ആൻഡ് സൊസൈറ്റി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ റൂട്ട് ഉണ്ട്, അതിലേ കൂടി തന്നെ എല്ലാവരും പോകണം. എന്താ? നമ്മൾ പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക, പഠിച്ച ഉടനെ ജോബിൽ കയറുക അല്ലെ, ജോബിലാണ് കയറേണ്ടത്. ആ ജോബിൽ കയറി കുറച്ച് കഴിയുമ്പോൾ കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടാവണം, കുട്ടികളായതിനു ശേഷം വീണ്ടും ആവണം. ഓക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീട് വെക്കണം, റൈറ്റ്. ഇതൊരു പാത്താണ്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി അധികം എന്താണ് കണ്ടീഷൻഡ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പാത്ത് നിന്ന് മാറി സഞ്ചരിക്കാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുമോ? ഒരു പരിധിവരെ പറ്റില്ല. ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് ആഗ്രഹം ഉണ്ട് എന്ന് വിചാരിക്കാം, പക്ഷെ എനിക്ക് പറ്റില്ല. കാരണം എന്താണ്? സോഷ്യൽ പ്രഷറും ആ ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്ങും എന്നെ ഡീവിയന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യില്ല, റൈറ്റ്. എനിക്കൊന്ന് മാറി ചിന്തിക്കാനോ മാറി ചലിക്കാനോ അത് എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? പല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നല്ലേ. നമ്മൾ തന്നെ ഇങ്ങനെ ചോദിച്ചു, ഇനി ഒറ്റപ്പെട്ടു പോവോ അല്ലെ? അങ്ങനെയുള്ള കുറെ തോട്ട്സ് വരും, റൈറ്റ്. അപ്പൊ ആ ഒരു ആംഗിളിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, അക്കോർഡിംഗ് ടു ഡേവിഡ് കൂപ്പർ, ഫാമിലി എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആണ്. ഇനി ഡേവിഡ് കൂപ്പർ ഇത് പറയുന്നത് എന്ത് ലൈൻസിലാണ്? മാർക്സിയൻ ലൈൻസിലാണ് അല്ലെ. അപ്പൊ മാർക്സിയൻ ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇവിടെ ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ റോളിനെ ബേസ് ചെയ്തിട്ടാണ് ഡേവിഡ് കൂപ്പർ ഇത് പറയുന്നത്. എന്താണ് ക്യാപിറ്റലിസ്റ്റിന്റെ റോൾ എന്ന് പറയുമ്പോൾ? അക്കോർഡിംഗ് ടു ഡേവിഡ് കൂപ്പർ, family is actually acting as an ideological conditioning device for the capitalist system. Okay, ideological conditioning device for capitalist system ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഐഡിയാസിനെ എന്ത് ചെയ്യുന്നു അല്ലെ, ഇന്റീരിയറൈസ് ചെയ്തുകൊണ്ട് ഫാമിലി എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ജനറേഷനും ക്യാപിറ്റലിസത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഫാമിലി മൊത്തം ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലൊരു എംപ്ലോയി ആവണം എന്നാണ്. ഇത് ആരുടെ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്ങിന് ഹെൽപ്ഫുൾ ആണ്? അല്ലെ, മീൻ ആരുടെ സക്സസിന് ഹെൽപ്ഫുൾ ആണ്? ക്യാപിറ്റലിസത്തിന്റെ അല്ലെ. നമ്മളിത് പറയുന്നത് എന്താ? നല്ലൊരു ജോലി വാങ്ങിക്കുക, അതിനകത്ത് നന്നായി പെർഫോം ചെയ്യുക, അതിന്റെ ഉയരങ്ങളിലേക്ക് എത്തുക. ദാറ്റ് മീൻസ് ഫാമിലി ഇറ്റ്സെൽഫ് വാണ്ട് us to become very good obedient employees and it serves the functions of capitalism. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള, വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ക്യാപിറ്റലിസത്തിന് പ്രൊവൈഡ് ചെയ്യാണ് ഫാമിലി. സോ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ സേ ഫാമിലി ഈസ് സർവിങ് സർട്ടൻ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റലിസം അല്ലേ. ഇപ്പൊ കുത്തകകളെ ഹെൽപ്പ് ചെയ്യാൻ, ഓക്കെ, ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത്
ഫാമിലി എങ്ങനെയാണ് ക്യാപിറ്റലിസത്തിന്റെ ഫങ്ഷൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആവുന്നത്. ഈ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഐഡിയാസിന് ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെ നമ്മളെ കണ്ടീഷൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം is an ideological conditioning device. Religion is an ideological conditioning device. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ, ഇത് ഞാൻ ഈ ഐഡിയോളജിക്കൽ കണ്ടീഷൻ ഡിവൈസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. പണ്ട് കാലത്ത് ഈ ആൾക്കാരെ നിങ്ങൾ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാൽ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ബ്രിട്ടീഷിന്റെ കേസ് എടുത്ത് നോക്കുക, അല്ലെ? There are various Indian rulers who actually defeated British. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്തു, ഇവിടെ നിന്നു, ഇവിടെ റൂൾ ചെയ്തു, അല്ലെ? 150 years ഓഫ് ബ്രിട്ടീഷ് റൂൾ എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നു, റൈറ്റ്? നൗ ഇത് എന്തുകൊണ്ടാണ് പോസിബിൾ ആയത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ദേ ആർ യൂസിങ് ഫോഴ്സ്, ബട്ട് ദേ ഓൾസോ ഹാവ് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്. എന്താണ് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ദാറ്റ് ഹാപ്പൻഡ് ഹിയർ? വൈറ്റ് മാൻസ് ബർഡൻ. That created a psychological barrier, അല്ലെ? വൈറ്റ്സ് എന്ന് പറയുന്നത് സുപ്പീരിയർ ടു അതർ റേസസ് ആണെന്നും അവരുടെ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ടു സിവിലൈസ് ദ എൻറ്റയർ വേൾഡ് എന്നും അവർ പറഞ്ഞു പരത്തിയ ആ ഒരു കണ്ടീഷനിങ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ അവരവിടെ എന്താ ഉപയോഗിച്ചത്? ഐഡിയോളജി, റൈറ്റ്? ആ കണ്ടീഷനിങ് അവർ കൊണ്ടുവന്നു, വൈറ്റ് മാൻസ് ബർഡൻ. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ ബാരിയർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോഴും ആ സൈക്കോളജിക്കൽ ബാരിയർ നമ്മൾ ഇന്ത്യൻസിന്റെ ഇടയിൽ മാറിയിട്ടുണ്ടോ? വേൾഡ് അറൗണ്ട് മാറിയിട്ടില്ല, ഈവൺ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, അല്ലെ? അതാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു കൊളോണിയൽ ഹാങ് ഓവർ എന്നൊക്കെ നമ്മൾ പേരിട്ടിട്ട് വിളിക്കുന്ന സംഭവമാണ്, അല്ലെ? ഇപ്പോഴും നമ്മൾ വൈറ്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഓരെന്തോ സംഭവമാണെന്നുള്ളൊരു ഫീലിംഗ് ലൈക്ക് ഇൻ ജനറൽ ഉണ്ട്. അത് എല്ലാ ഭാഗത്തും ഉണ്ട് വേൾഡിൽ. സിമിലർലി പണ്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ ഈ ഡിവൈസസ് ഉപയോഗിച്ചത് ത്രൂ റിലീജിയൻ ആണ്, ഓക്കെ? ഇപ്പൊ ക്യാപിറ്റലിസ്റ്റിന്റെ കേസിലാണെങ്കിലും അല്ലാത്ത പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലാണെങ്കിലും ഇവരെല്ലാരും റിലീജിയന്റെ കൂട്ടുപിടിക്കും. എന്നിട്ട് പറയും ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കിങ്, അല്ലെ? ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്. എന്തിനാ ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്? എന്നാലേ കിങ്ങിന് ആ ഒരു കണ്ടീഷനിങ് പോസിബിൾ ആവുന്നുള്ളൂ. അപ്പൊ റിലീജിയന്റെ സപ്പോർട്ട് കിട്ടി. അപ്പൊ ആൾക്കാർക്ക് റിലീജിയൻ വളരെ ഇഷ്ടമാണ്, അല്ലെ? അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു റൂളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിൽ വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആ രാജാവിന് പിന്നൊന്നും പേടിക്കാനില്ല, സേഫ് ആണ് കാര്യങ്ങൾ. പിന്നീട് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, റിലീജിയന്റെ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ദേ സ്റ്റാർട്ടഡ് യൂസിങ് എഡ്യൂക്കേഷൻ. ഇപ്പൊ എന്തുകൊണ്ടാ ഈ പാർട്ടി ഭരണം മാറി വരുമ്പോഴത്തേക്ക് ബുക്കൊക്കെ മാറ്റുന്ന എന്തിനാ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്സ് റിവൈസ് ചെയ്യാറുണ്ട്. എന്തിനാ റിവൈസ് ചെയ്യുന്നത്? അവരുടെ ഐഡിയോളജി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ഇൻ ഫ്യൂച്ചർ. കാരണം ഈ കുട്ടികളാണ് നാളെ എന്ത് ചെയ്യേണ്ടത്, അല്ലെ? വോട്ടേഴ്സ് ആയിട്ട് മാറേണ്ടത്. അപ്പൊ ആ കണ്ടീഷനിങ് ഡിവൈസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ കാലത്തും ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസസ് എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ ആസ്പെക്ടിന് വേണ്ടിയിട്ടാണെങ്കിലും എക്കണോമിക് ആസ്പെക്ടിന് വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? ആ രീതിയിലാണ് ഡേവിഡ് കൂപ്പർ പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് നമ്മളുടെ ഫാമിലി, ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് ആൻ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ്. എങ്ങനെയാണ് ഫാമിലി ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആയി മാറുന്നത്? ഫാമിലി കുട്ടികളെ എന്താണ്, നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വർക്ക് ഫോഴ്സ് ആക്കി സിറ്റിസൻസ് ആക്കി മാറ്റുകയാണ്, വിച്ച് ആക്ച്വലി സെർവ്സ് ദ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റലിസം. കാരണം ക്യാപിറ്റലിസത്തിന് ആരെയാ വേണ്ടത്? അധികം ബഹളമൊന്നും ഉണ്ടാക്കാത്ത, അല്ലെ? റൈറ്റ്സിനെ കുറിച്ചിട്ടൊന്നും സമരം ചെയ്യാൻ താല്പര്യമില്ലാത്ത, അവരുടെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് നന്നായി വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരെയാണ് ക്യാപിറ്റലിസത്തിന് ആവശ്യം. അത് ഫാമിലിയുടെ ആ കണ്ടീഷനിങ് കാരണം ക്യാപിറ്റലിസത്തിന് കിട്ടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓൺലൈനില് ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം so according to Cooper, he say that individuals interiorize family. As a result, self can never be free since it is made up of other family members, അല്ലെ? അപ്പൊ നമ്മൾ RD Lang പറഞ്ഞൊരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ടും നമ്മളുടെ ഡേവിഡ് കൂപ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒന്നൊരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആവാണ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി ഈസ് ഓൾസോ ഗെറ്റിംഗ് ഇന്റീരിയറൈസ്ഡ് ഇൻ ടു ദ ഇൻഡിവിജ്വൽസ്. അപ്പൊ അവിടെ സെൽഫ് എന്ന് പറയുന്ന സംഭവങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. ആൻഡ് ഡ്യൂ ടു ദ സോഷ്യൽ കൺട്രോൾസ് ഇംപ്ലാന്റഡ് ഇൻ ടു ദ ചൈൽഡ് ബൈ ഫാമിലി സോഷ്യലൈസേഷൻ. സോഷ്യൽ കൺട്രോളിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്?
അല്ലെ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ വളരെ കൃത്യമായി ഫാമിലി പറയുന്നുണ്ടാവും. ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യണം അല്ലെ? മുതിർന്നവരെ കാണുമ്പോൾ നേരെ അവരുടെ കാല് തൊടണം അല്ലെ? മുതിർന്നവരടുത്ത് തർക്കുത്തരം പറയരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പൊ ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മളെ സോഷ്യൽ കൺട്രോൾസ് ആണ്. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ചൈൽഡ് ഇസ് ഇൻഫാക്ട് പ്രൈമർലി ടോട്ട് നോട്ട് ഹൗ ടു സർവൈവ് ഇൻ സൊസൈറ്റി ബട്ട് ഹൗ ടു സബ്മിറ്റ് ടു ഇറ്റ്. എല്ലാം നമ്മൾ സബ്മിഷൻ ആണ് അല്ലെ? മുതിർന്നവരടുത്ത് അയ്യോ മുതിർന്നവരാണ് അല്ലെ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവരടുത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? തിരിച്ച് തർക്കുത്തരം പറയരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പൊ ഇതൊക്കെ എന്താണ്? സബ്മിഷൻ ആണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യം വി ഫീൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അല്ലെ? നമ്മൾ അതിനെ ചോദ്യം ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? ബിക്കോസ് വി ആർ സോഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് വേ. ഒന്നിനെയും ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ്. ക്ലിയർ? ഈ ഒരു ആംഗിളിലാണ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നാളെ വിൽ ബി ഡിസ്കസിങ് ദ മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. നാളെ വരുമ്പോഴത്തേക്കൊന്ന് വായിച്ചിട്ട് വരുമോ? ഓക്കെ, എല്ലാ ദിവസവും വായിച്ചിട്ട് വരണം, അതുകൊണ്ട് അത് നിർബന്ധമാണ്. ഓക്കെ, so we'll wind up for today. Thank you so much everyone. See you in the next class. Thank you.